الحمد لله كفى والسلام على عباده الذين اصطفى ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سبعة يظلهم الله في ظله يوم لا ظل إلا ظله إمام عادل وشعب نشأ في عبادة الله ورجل قلبه معلق بالمساجد. صدق رسوله النبي الكريم محمد مصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സർവാദിനാഥനും സർവേശ്വരനുമായ ജല്ല സുബ്ഹാനഹു വ തആല ഈ രാവിനെ ലൈലത്തുൽ ഖദറിന്റെ രാവാക്കി നമുക്ക് തിരുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ അനുഗ്രഹീതമായ പള്ളിക്കകത്തിരുന്ന് ഹൃദയം പൊട്ടി ദുആ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സോടെ ഇവിടെ നിന്ന് പിരിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ ജീവിതത്തിൽ നിന്ന് 100% ഒഴിവാക്കിയെടുക്കാൻ എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരുമോ അതെല്ലാം അള്ളാഹുവിന് വേണ്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പടച്ചോന്റെ അടുത്തേക്ക്, കരുണയുള്ള അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓടിയെത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ റമളാനിന്റെ ഒരു ആദരവും ഇല്ലാതെ, ലൈലത്തുൽ ഖദറിന്റെ ഒരു ഫضലും ലഭിക്കാതെ വെറുതെ സമയം പാഴാക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും വർഷത്തിലെങ്കിലും നമ്മളെപ്പോലെയല്ല, അതിനേക്കാൾ ആവേശത്തോടെ ഈ പവിത്രമായ പള്ളിയിൽ ഒരുപാട് പള്ളികൾക്കകത്തുപോയി എഴുത്തിക്കാഫിരുന്ന് കരഞ്ഞ് ഖുർആൻ ഓതി ദുആ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, വിശുദ്ധമായ റമളാൻ മാസം നമ്മൾ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ആ പവിത്രമായ റമളാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണുള്ളത്. അള്ളാഹു പ്രതിഫലം ഇരട്ടിക്കിരട്ടി തരാമെന്ന് പറഞ്ഞ പ്രതിഫലം മുഴുവനും 2-3 ദിവസം കൂടി നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞാൽ അതവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇരട്ടിയൊന്നുമില്ല. പിന്നെ ചെയ്യുന്നതിന് അത് മാത്രമേ ഉള്ളൂ. ഇപ്പോ ചെയ്യുന്നതിന്റെ ഡബിളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്നതിന് മാത്രം. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നൊമ്പരം തന്നെയാണ്. അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ നൊമ്പരം. അവനത് സഹിക്കാൻ കഴിയില്ല, അവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സമാപന സമയം നമുക്ക് കിട്ടാവുന്നതിൽ ഏറെ പ്രതിഫലം 2 കൈ നീട്ടി. അഭിപ്രായം പറഞ്ഞൊരു തന്നെ അന്ന് ഓഫാക്കാൻ പറയുന്നില്ല. വെളിയിൽ നിൽക്കണവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഫോണായ ആള് അറസ്റ്റ് വാറണ്ടാവും. ഞാൻ ഇവിടെ ഇരിക്കും. അത് പറയരുതെന്ന് എന്റെ പറയരുത്. കേൾക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ചെയ്യും എത്തിയിട്ട്. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയാം. അത് വേറെ വിഷയം. അത് നിങ്ങൾ വെളിയിൽ ഓഫാക്കിയാലും ഓണാക്കിയാലും. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും വളരെ പെട്ടെന്ന് ഉതുകൊടുത്ത് കയറി. എല്ലാ സഹോദരങ്ങളും സമയം വൈകാതെ വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഉതുകൊടുത്ത് കയറി. ഇന്ന് ഒരുപാട് നേരം നിങ്ങൾ പറയുന്ന സമയം വരെ പ്രസംഗിക്കാന്നൊക്കെയാണ് പറഞ്ഞത് സംഭവമെങ്കിലും നമുക്ക് ഇടത്താഴം കുടിക്കാനുള്ള, അത്താഴം കഴിക്കണം. പിന്നെ അതുപോലെ തസ്ബീഹ് നിസ്കാരമുണ്ട്, വിത്ർ നിസ്കാരമുണ്ട്. അതൊക്കെ നടത്തണം. അപ്പൊ അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ പറയാനും സമയക്കുറവാണ്. എല്ലാവരും അൽഹംദുലില്ലാ എത്രയും പെട്ടെന്ന് ഉളു എടുത്തുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിയ്യത്താരും മറന്നുകൊണ്ട് നവയ്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല, അതോടൊപ്പം തന്നെ നവയ്തുൽ ഇഅ്തികാഫ മാ ദുംതു ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല. നിയ്യത്തിന്റെ യഥാർത്ഥ രൂപം അങ്ങനെയാണ്, മാ ദുംതു ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല. ഈ പള്ളിയിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം ഇഅ്തികാഫിന് കരുതിയിരിക്കുന്നു. അത് ഉറങ്ങിയാലും ദിക്ർ ചൊല്ലിയാലും ഇരുന്നാലും എന്തായിരുന്നാലും. പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാനിന്റെ 20ാമത്തെ രാത്രി മുതൽ ഈ പവിത്രമായ പള്ളിയിൽ ഇത്രയും തന്നെ ആൾക്കാരുള്ള ഒരു ഇഅ്തികാഫാണ് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അതിനുശേഷം വളരെ ഓരോ ദിവസവും പല ഭാഗങ്ങളിൽ നിന്നായി നമ്മുടെ ഇഅ്തികാഫിന് ഒരുപാട് സഹോദരങ്ങൾ വരികയുണ്ടായി. അതിൽ വളരെയേറെ എനിക്ക് സന്തോഷമുള്ളത് വൃദ്ധജനങ്ങളെക്കാളും അൽഹംദുലില്ലാഹ് നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ, അവരുടെ ദുആഇന്റെ ഒരു പ്രത്യേകതയാണ്. നല്ല ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു അത്ഭുതം തന്നെയാണ്. യുവാക്കൾ കരയുന്നത്, അള്ളാഹുവിന് വേണ്ടി ചോദിച്ച് കരയാന്ന് പറഞ്ഞാൽ അത് പടച്ചോൻ അവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹു അങ്ങനെയുള്ള യുവാക്കളുടെ സദസ്സാക്കി ഇതിനെ മാറ്റുമാറാകട്ടെ. അപ്പൊ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായി പല ദുആയുടെ വസിയത്തുകളുമായിട്ട് വന്ന് കണ്ടു പറഞ്ഞു. അതോടൊപ്പം തന്നെ പലർക്കും ഈ ഇഅ്തികാഫിന്റെ സദസ്സ് ഒരു വല്ലാത്ത സന്തോഷം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അൽഹംദുലില്ലാഹ് മനസ്സിൽ വല്ലാത്ത നിർവൃതിയാണ്, അനുഭൂതിയാണ്. അള്ളാഹു ഈ രാത്രി നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാക്കി തെരുമാറാകട്ടെ. തഫ്സീർ ഇബ്നു കസീർ, ആ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആ സൂറത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇമാറത്തു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ആ ദിവസത്തിനുള്ള 1-2 പ്രത്യേകതകൾ അത്രേ പറയുന്നുള്ളൂ, മുഴുവനായിട്ടും വിശദീകരിക്കണില്ല. 1-2 പ്രത്യേകതകൾ. ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ അലങ്കരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ അടയാളം. നക്ഷത്രങ്ങളെ കൊണ്ട് അല്ലാഹു ആകാശത്തെ അലങ്കരിക്കുകയില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ കടയുടെ മുകളിൽ കയറുന്ന ആകാശത്ത് നോക്കിയിട്ടാണ്. എല്ലാ ദിവസവും നോക്കി, എല്ലാ ദിവസവും ഉള്ള നക്ഷത്രം ഇന്നില്ല. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാക്കി നമുക്ക് തെരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര സുജൂദ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ചാടി ഓടി നിസ്കരിച്ച് ഖുർആൻ ഖത്തം ചെയ്ത് അതിലൊന്നും അർത്ഥമില്ല. റമളാനിൽ ആകെ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം ലൈലത്തുൽ ഖദറാണ്. അത് 2 കൈയും നീട്ടി അൽഹംദുലില്ലാഹ് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചു. ഇന്നത്തെ ദിവസം നമുക്ക് അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരടയാളം അതാണ്. മറ്റൊന്ന്, ബിൽഡിങ്ങുകളിലല്ലാതെ പുറത്തിറങ്ങി നിന്നാൽ, പള്ളിയുടെ പുറത്ത് അതുപോലെ തന്നെ ആ വീടിന് പുറത്തിറങ്ങി നിന്നാൽ ലാ ബർദ ലഹാ വലാ ഹറ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ആ ദിവസത്തിന് പ്രത്യേകിച്ചൊരു ചൂടും ഉണ്ടാവില്ല, പ്രത്യേകിച്ചൊരു തണുപ്പും ഉണ്ടാവില്ല. രണ്ടും കൂടി മിക്സായിട്ട് വരുന്ന എയർ കണ്ടീഷൻ. യാ നാറു കുനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോ ആ തീ തണുപ്പും ചൂടുമായി മാറി. അത് രണ്ടുമല്ലാതെ മിക്സായി എയർ കണ്ടീഷനായി മാറിയതുപോലെ അന്തരീക്ഷത്തിന് പുറത്തിറങ്ങി നിന്ന, പള്ളിക്കകത്തിരിക്കുമ്പോൾ ചൂടുണ്ടാവും, ഫാൻ ഇടണം. അത് ബിൽഡിങ്ങുകളുടെ പ്രശ്നമാണ്, അന്തരീക്ഷത്തിന്റെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് രണ്ടുമല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടാൽ അത് ലൈലത്തുൽ ഖദറിന്റെ അടയാളമാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. പിന്നീട് ഒരു അടയാളം പകൽ സമയം മൂടിക്കെട്ടി നിൽക്കുമെന്നാണ്. റമളാനിന്റെ 20, 20-ലും 21-ലും 22-ലും 23-ലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ റമളാനിൽ, കഴിഞ്ഞ റമളാനിൽ ഏറ്റവും അധികം ഈ അടയാളങ്ങൾ കണ്ടത് 21-ാം രാവിലായിരുന്നു. പക്ഷെ ഈ റമളാനിൽ ഈ രാവുകളിലൊന്നും നമ്മൾ പകൽ സമയം മൂടിക്കെട്ടി നിൽക്കുന്നത് കണ്ടില്ല. പക്ഷെ ഈ രാവിൽ നമ്മൾ കണ്ടു, ഇന്ന് കണ്ടു. ഇന്ന് പകൽ സമയം ഒരുപാട് സ്ഥലങ്ങളിൽ മഴ ഇപ്പൊ പെയ്യും എന്ന് തോന്നി, പക്ഷെ മഴ പെയ്തില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷം പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ മൂർധന്യത എത്തി നിൽക്കുന്നത് ഈ വർഷം ഈ 27-ാം രാവിലെ അള്ളാഹു ഈ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയ, അല്ലെങ്കിൽ കൂടാൻ ആഗ്രഹിച്ച്, ഈ റോഡിലൊന്നും ഒരാൾ നിൽക്കരുത് ദയവ് ചെയ്ത്, ഈ പ്രസംഗം കേട്ടുകൊണ്ടെന്ന് റോഡിലൊന്നും ആരും. ഒന്നാമത് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ സ്ഥലമില്ല, അതൊന്നാം.
വണ്ടി ഒതുക്കിയിടാനൊന്നും വേറെ പള്ളികളെ പോലെ വലിയ ഗ്രൗണ്ടൊന്നും നമ്മുടെ പള്ളിക്കില്ല. ആകെയുള്ളത് നമ്മുടെ പള്ളിക്ക് അകത്തുള്ള ഗ്രൗണ്ടാണ്. അവിടെ നമ്മളെ സ്വന്തം വണ്ടി ഒതുക്കാനേ സ്ഥലമുള്ളൂ. ഓടിക്കൊണ്ട് പറഞ്ഞ വീടുള്ള വണ്ടി ഒതുക്കാൻ വെളിയിൽ തന്നെ സൗകര്യമില്ല. അപ്പൊ അത് നമ്മൾ റോഡിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മറ്റു മതങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. മറ്റു മതത്തിലുള്ളവർ അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതെന്തോടാ ഇവിടെ എന്നും ഇത് തന്നെ ജോലിയോമാരെന്നും പറഞ്ഞ് നമ്മളെ അവര് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ചിത്രീകരിക്കാൻ പാടില്ല. അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ ഇത്തിക്കാഫ് അൽഹംദുലില്ലാഹ് പള്ളിയിൽ നല്ല ഉണർവോടുകൂടി വന്നു. ആ ഉണർവും ഉന്മേഷവും അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പൊ 20ാമത്തെ ദിവസം മുതൽ നാം ചർച്ച ചെയ്തു വന്നത് പരലോകമായിരുന്നു, മരണവും മരണാനന്തര ജീവിതവുമായി. ഒരു മനുഷ്യന്റെ മരണത്തിൽ തുടങ്ങി അൽഹംദുലില്ലാഹ് അവന്റെ ഖബർ, ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഖാലൂ മൻ ബഅസനാ മിൻ മർഖദിനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതാണോ പ്രവാചകന്മാർ പറഞ്ഞു തന്ന ദിവസം? ഇതാണോ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയ ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഞങ്ങളെ ഖബറിന്റെ അകത്ത് നിന്ന് വിളിച്ചുണർത്തിയതല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് എഴുന്നേറ്റ് വരുന്ന മഹ്ശറ വൻസഭ, ആ എഴുന്നേറ്റ് വരുമ്പോ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ആരാ എന്ന് വിളിച്ചു ചോദിക്കുന്ന വിഭാഗം ആരാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. അവരെങ്ങനെയാണ് മരിക്കുക? അവര് മരിച്ച് ഖബറിൽ പോയാൽ എന്താണ് വിളിച്ചു പറയുക? ആ വിഭാഗമാണ് ആരാ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയെന്ന് ചോദിക്കും. മറ്റേ വിഭാഗം ചോദിക്കുന്നത് ഹാദാ യൗമുൻ നദാമ, ഇത് ഖേദത്തിന്റെ ദിവസമാണല്ലോ പടച്ചവനെ, ഇത് കണ്ണുനീരിന്റെ ദിവസമാണല്ലോ റബ്ബേ, ഇത് പരാജയത്തിന്റെ ദിവസമാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നതാണ് മറ്റൊരു വിഭാഗം. അള്ളാഹു ആദ്യത്തെ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ അമ്പിയാക്കളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പരലോകത്ത് പരക്കം പാഞ്ഞുകൊണ്ട് ഓടി നടക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗത്തെ തന്റെ ശരീരത്തോട് ചേർത്ത് തന്റെ തണലിൽ, തന്റെ താഴെ, തന്റെ ചാരത്ത് അള്ളാഹു ചേർത്തിയിരുത്തുമെന്നാണ്. അള്ളാഹു അങ്ങനെ ഇരുത്തുന്ന കൂട്ടരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വിഭാഗത്തിൽ ഒന്നിലെങ്കിലും ഈ രാത്രി ചർച്ച ചെയ്ത് പ്രതിജ്ഞയെടുത്ത് ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒന്നിലെങ്കിലും കയറി പറ്റണം. എല്ലാം ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതൊക്കെ വലിയ വലിയ മഹത്തുക്കളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഒന്നിലെങ്കിലും അള്ളാഹുവിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ, അള്ളാഹുവിന്റെ അടുത്ത് ചേർന്നിരിക്കാൻ ഒന്നിലെങ്കിലും നമുക്ക് സാധിക്കും. ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് നാം ഇന്നലെ വിശദീകരിച്ചു. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. പള്ളിയുടെ ഇമാമാണെങ്കിലും, പള്ളിയുടെ പരിപാലകരാണെങ്കിലും, ഒരു സംഘടനയുടെ നേതാവാണെങ്കിലും, ഒരു ചെറിയ വിഭാഗത്തിന്റെ അമീറായി നിശ്ചയിച്ചവരാണെങ്കിലും, ഒരു മുശാവറ സംഘത്തിന്റെ സയ്യിദായി നിശ്ചയിച്ചവരാണെങ്കിലും ഒക്കെ തന്നെ നീതിയുക്തപരനായ ഭരണമായിരിക്കണം. നമ്മുടെ പള്ളിയിൽ ഇപ്പൊ കഞ്ഞി വിളമ്പാൻ വേണ്ടി ഒരു 10 പേരെ 15 പേരെ നിശ്ചയിച്ചു. അതിൽ ഒരാളെ അമീറാക്കി നിശ്ചയിച്ചു. കഞ്ഞിയല്ലേ, അത് പടച്ചോൻ ചോദിക്കൂല. അങ്ങനെയല്ല, കഞ്ഞി ആയാലും ചോദിക്കും, പഞ്ഞി ആയാലും ചോദിക്കും. ഒരു സഹോദരൻ പറഞ്ഞതാ, റമളാൻ മാസത്തിൽ എല്ലാവരോടും സലാം പറഞ്ഞ് പെരുന്നാളിന്റെ തലേദിവസം കഴിഞ്ഞ വർഷം കഞ്ഞി കുടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പാത്രത്തെ നോക്കിയിട്ട് പറഞ്ഞ അസ്സലാമു അലൈക യാ കഞ്ഞി, ഇനി അടുത്ത റമളാന് കാണാം. എല്ലാവരോടും പറയാം, പള്ളിയുടെ ബായോടും സലാം, ഇനി അടുത്ത റമളാൻ എല്ലാവരോടും സലാം എന്ന് പറഞ്ഞാൽ ഇനി ഞാനിപ്പോ ഇങ്ങോട്ടൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റമളാൻ വിധിയുണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നവരവര്. റമളാൻ ഞങ്ങളോട് സലാം പറയും, അടുത്ത റമളാൻ ഇൻഷാ അല്ലാഹ് കാണാം. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ പറയേണ്ടത് എന്താ? പള്ളിയോടും അതുപോലെ നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ നമ്മൾ സലാം പറയുമ്പോൾ അടുത്ത റമളാന് കാണാമെന്നല്ല. ഹാഫിദിനോട് നമുക്ക് വേണമെങ്കിൽ അടുത്ത റമളാന് കാണാമെന്ന് പറയാം. പക്ഷേ എന്നോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പൊക്കളയരുത്. എന്നെ വന്ന് ഉസ്താദ് അസ്സലാമു അലൈക്കും ഉസ്താദേ, ഇൻഷാ അല്ലാഹ് അടിപൊളിയായിരുന്നില്ല, അടുത്ത റമളാൻ വിധി ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാണ്. ആ ഇറങ്ങണൊരു കുഴപ്പമില്ല, പള്ളിയിലെ തൊപ്പി എടുത്തുകൊണ്ട് ഓർഡർ ഇട്ടിട്ട് പോകണം, ഇനി നിങ്ങളുടെ കൈക്ക് നിന്ന് വരാൻ പറ്റും. അങ്ങനെ പോരുത് എന്റെ സഹോദരങ്ങളെ. നമ്മളെല്ലാം തകർന്നു പോകും, എല്ലാം തകരും. ഒരു നന്മയും പിന്നെ റമളാന് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഏത് അമീറാണെങ്കിലും, സയ്യിദാണെങ്കിലും, നേതാവാണെങ്കിലും, ഇമാമാണെങ്കിലും, ഖാദിയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് നീതിയുക്തമായ ഭരണം നടത്തിയെന്ന് ചോദിക്കപ്പെടും. എന്തിനേറെ റസൂലുള്ള പറഞ്ഞു, ഒരു കുടുംബനാഥനാണെങ്കിൽ പോലും ശരി. ശകലം കൂടെ ഒന്ന് സൗണ്ട് വെച്ചാൽ കൊള്ളായിരുന്നു, ഒരല്പം കൂടെ തൊണ്ട അടച്ചിരിക്കുന്നു. ശകലം വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മൊത്തം ഓവറാണ്, 27,000 ശകലം വെക്കാൻ പറഞ്ഞാൽ കൂടുതൽ വെക്കും. അള്ളാഹു നമ്മുടെ സാറുകാരിക്ക് ആയുസ്സും ആരോഗ്യ ആഭ്യത്വം കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കൂട്ടാരിക്കാൻ വേണ്ടി ദുആ ചെയ്തതാണ്. പാവപ്പെട്ടവരെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും.
ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് വേണ്ട. ഞാനായിരുന്നു ആരായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഇഖ്ലാസോടുകൂടി ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. മതി. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. എല്ലാ മേഖലകളിലുമുണ്ട്. എല്ലാ മേഖലകളെന്ന് പറഞ്ഞാൽ ഒരു കുടുംബനാഥൻ, ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു വാപ്പ, അവിടെയൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെയാണ് നല്ല വാപ്പ, എങ്ങനെയാണ് നല്ല ഭർത്താവ്, എങ്ങനെയാണ് ഒരു ഉത്തമ കുടുംബനാഥൻ, അതൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. അതൊക്കെ ഇന്നലെ വിശദീകരിച്ചു, അതിലേക്കൊന്നും കിടക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചവരാണ്. യുവത്വം പടച്ചോന് വേണ്ടി ചിലവഴിച്ചവരാണ്. അവർക്ക് അല്ലാഹു നാളെ പരലോകത്ത് യുദില്ലൂഹു മുൽ മൗലാ ബിഗൈരി ളിലാലി, ഒരു തണലുപോലുമില്ലാത്ത ലോകത്ത് അല്ലാഹുവിന്റെ ചാരത്ത് ചെന്ന് നിനക്കിരിക്കാം. ആർക്കാണ്? എന്റെ പള്ളിക്കകത്തിരിക്കുന്ന ഉപ്പമാര്, 80ഉം 90ഉം വയസ്സ് കടന്നുപോയവർ, 50ഉം 60ഉം എത്തിപ്പോയവരെന്ന് ചിന്തിച്ചു നോക്കുക. നിന്റെ യുവത്വം നീ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് ആലോചിച്ചു നോക്ക്. അടുത്തിരിക്കുന്നവരോട് പറയാൻ പറ്റുമോ നമ്മുടെ യുവത്വം ചിലവഴിച്ച രംഗം? എത്രയോ വൃത്തിഹീനമായിരുന്നു. എത്രയോ തിയേറ്ററിന്റെ മുമ്പിൽ, എത്രയോ വ്യഭിചാരശാലയുടെ അകത്തളങ്ങളിൽ, എത്രയോ ബിവറേജ് ഷാപ്പിന്റെ അകത്തളങ്ങളിൽ, എത്രയോ നിസ്കാരമില്ലാത്ത രാവും പകലും. ആ ഒരു ചിന്ത ഇവിടെ ഇരിക്കുന്ന യുവാക്കൾക്ക് വരാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന യുവാക്കൾക്ക് ഇപ്പൊ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രായമാണ്. ഒരു 15 മുതൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 30 വയസ്സിനകത്ത് വരെയുള്ള പ്രായം നീ ചെയ്യുന്ന സുജൂദിന് സ്വർണ്ണ വിലയാണ്. പക്ഷേ ചെയ്യാൻ ആളില്ല. 15 മുതൽ 30 വയസ്സിനകത്ത് നീ ചെയ്യുന്ന സുജൂദിന് തങ്കമാണ്, പത്തരമാറ്റിന്റെ വിലയാണ്. പക്ഷെ അതൊന്ന് കാണാനില്ല. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് യുവത്വം ചിലവഴിക്കുന്ന, ഒന്നുകൂടെ അടുത്തിരുന്നു. വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് അടുത്തോട്ടിരുന്നു. നിസ്കരിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഫ്രണ്ടിലിരിക്കുന്നവരെ അടുത്തോട്ട്, ബാക്കിലിരിക്കുന്നവരാണ് കൂടുതൽ വരാനുള്ളത്. എങ്കിലേ ഇനി വരുന്നവർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. വളരെ അടുത്തോട്ടിരിക്കും. സുഖമില്ലാത്ത ഈ കാല് വയ്യാത്തവരും കാല് നീട്ടേണ്ടിയുള്ളവരൊക്കെ ഈ ചെവരോ അല്ലെങ്കിൽ പിന്നെ തൂണിലൊക്കെ ഇപ്പോഴേ സ്ഥലം പിടിച്ചാൽ പിന്നീട് വേദന വരുമ്പോ, ഒരു സഹോദരൻ ഇവിടെ ദുആടെ സമയത്തൊന്നും കാല് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. നീര് വന്ന് മുട്ടൊക്കെ വല്ലാത്ത അവസ്ഥ. ചായ കുടിക്കാനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയപ്പോ അദ്ദേഹം ഞാൻ വിളിച്ചത് കൊണ്ട് എഴുന്നേറ്റ് അപ്പോഴേ തറയിലങ്ങ് വീണു പോവാണ്. എന്നിട്ട് അരമണിക്കൂറോളം ഇതിനകത്ത് കാലങ്ങോട്ട് നീട്ടി വെച്ചിരുന്നതിന് ശേഷം എഴുന്നേക്കാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെ ആരും ഈ പ്രസംഗത്തിന്റെയും ദുആടെ ആവേശം കൊണ്ട് ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ ആയി പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക? കാല് കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഉപ്പമാരും സഹോദരങ്ങൾ, ചെറുപ്പക്കാർക്കൊക്കെ രോഗമുള്ളവരുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. അള്ളാഹു നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. അപ്പൊ നാളെ പടച്ചതമ്പുരാൻ അവന്റെ അടുത്ത് വിളിച്ചിരുത്തുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുവത്വം ചിലവഴിച്ച ചെറുപ്പക്കാരാണ്. ദീനിന് വേണ്ടി യുവത്വം ചിലവഴിച്ചവരാണ്. നമുക്കിന്ന് ദീനിന് വേണ്ടി യുവത്വം ചിലവഴിക്കാൻ വലിയ ഒരു ആവേശം വരാറുണ്ടോ? നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാൻ, നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ 2 ദിവസം ഒരു വിപ്ലവ മാർച്ച് നടത്താൻ പോവാൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഫോണിൽ വിളിക്കുക, നാളെ നമുക്ക് സെറ്റപ്പ് ആക്കണം. അവിടെ നിന്ന് കമ്പെടുത്തുകൊണ്ട് വരുന്നു, ബാനർ കിട്ടുന്നു, ഫ്ലക്സ് അടിക്കുന്നു. അത് ദീനിന് വേണ്ടിയാകട്ടെ, തീനിന് വേണ്ടിയാകട്ടെ. തീനെന്ന് പറഞ്ഞാൽ ദുനിയാവും. ഏതിനു വേണ്ടിയാണെങ്കിലും നമ്മൾ റെഡിയാണ്. കാരണം എന്താ? നമുക്ക് ആവേശമാണ് ഉസ്താദെ. നമുക്ക് ആവേശമാണ്. 10 പോലീസുകാരെ കല്ലെറിയുക, ചീത്ത വിളിക്കുക, അവർക്ക് മുന്നിൽ പോയി നിന്റെ മുദ്രാവാക്യം വിളിക്കുക, നെഞ്ചത്തടിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുക, അതൊക്കെ ആവേശമാണ്. അത് ചെയ്യാൻ ചെറുപ്പക്കാരുണ്ടാവും. അതുപോലെ തന്നെ കൊട്ടേഷൻ ടീമുകളെ വളർത്തുന്ന എത്രയോ തലവന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ. സമ്പത്ത്, പാവപ്പെട്ടവരിൽ നിന്ന് സമ്പത്ത് പലിശക്കൊള്ളയ്ക്ക് വാങ്ങിയിട്ട് ആ സമ്പത്തിന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൊട്ടേഷൻ ടീമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളുണ്ട്. അവരെയൊക്കെ നാമധാരികളെന്നേ പറയാൻ പറ്റും. എത്രയോ പേരുണ്ട് അങ്ങനെയുള്ള. അതുപോലെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട്. ഇവരൊക്കെ അള്ളാഹുവിനോട് ചില്ലറ കണക്ക് പറഞ്ഞ പോരാ. ഈ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വിലപിടിച്ച സമയം കൊടുക്കാനുള്ള യുവത്വത്തെ ഞാനോ നിങ്ങളോ ആരെങ്കിലും പോയിട്ട് വഴിപിഴപ്പിക്കുന്നതിനും വഴിതെറ്റിക്കുന്നതിനും ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്, തുണിക്കടകളിൽ, സ്വർണ്ണക്കടകളിൽ. ഇബാദത്ത് നിസ്കരിക്കാൻ സമയമാകുമ്പോൾ അവരിങ്ങനെ മനസ്സ് പൊട്ടിയിട്ട് എന്റെ മുതലാളി അനുവദിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വേദനിച്ചു പോയാൽ യവനതിന് കണക്ക് പറഞ്ഞേ പറ്റൂ. മറ്റോന് കണക്ക് പറയണം, എവിടാണെങ്കിലും നിസ്കരിച്ചേ പറ്റൂ, അത് വേറെ വിഷയം. പക്ഷേ അവൻ ആ സൗകര്യത്തെ ഇല്ലാതാക്കിയ ഈ മുതലാളി അതിന് കണക്ക് പറയേണ്ടി വരും. ഈ ഭാഗത്തൊക്കെയുള്ള ധാരാളം കച്ചവടക്കാർ, ബിസിനസ്സുകാർ അത് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ തൊഴിലാളികളുടെ നിസ്കാരം, നമ്മുടെ കടയുടെ സ്റ്റാഫുകളുടെ നിസ്കാരം ഞാനും നിങ്ങളുമായിട്ട് തടസ്സപ്പെടുത്താൻ പാടില്ല. കാരണം യുവത്വം അല്ലാഹുവിന്റെ മുന്നിൽ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്റെ ഭർത്താവായിട്ട് നിങ്ങൾ ഉസ്മാൻ ബിൻ മൽഊനിനെ എന്റെ കയ്യിലേക്ക് പിടിച്ചു തന്നപ്പോൾ ഞാൻ എത്രയോ സന്തോഷിച്ചതാണ്. കാരണം എന്താ? എന്റെ ഉസ്മാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതാൻ കരുത്തുള്ള, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള, ഇസ്സത്തുള്ള, ഈമാനിന്റെ ചുറുചുറുക്കുള്ള, പ്രകാശിക്കുന്ന മുഖമുള്ള ഉസ്മാൻ ബിൻ മൽഊൻ. ആ ഉസ്മാൻ ബിൻ മൽഊനിനെ ഭാര്യയായി കിട്ടിയതിൽ വളരെ സന്തോഷിച്ചവനാണ് ഞാൻ. പക്ഷേ അള്ളാഹുവിന്റെ റസൂലേ, കല്യാണം കഴിഞ്ഞ് ഒത്തിരി ദിവസമായി ഇതുവരെ ഉസ്മാൻ ബിൻ മൽഊൻ എന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് എന്റെ പേര് പോലും ചോദിച്ചിട്ടില്ല, എന്നോടൊരു കാര്യം പോലും ചോദിച്ചിട്ടില്ല, ഞാനുമായി സല്ലപിക്കുകയോ സംഗമിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വിളിച്ച് കാരണം തിരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ച് ചോദിച്ചപ്പോ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഒരുപാട് സഹാബികളെ, രക്തസാക്ഷികളെ അള്ളാഹു യാത്രയാക്കപ്പെടുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടുമ്പോ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഈ പാവപ്പെട്ട ഉസ്മാൻ ബിൻ മൽഊനും ഉണ്ടായിരിക്കുമല്ലോ. അവിടെ അള്ളാഹു എന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു, എനിക്ക് അല്ലാഹു തന്ന യുവത്വത്തെ എങ്ങനെ ചെലവഴിച്ചു എന്നെന്റെ സൃഷ്ടാവായ തമ്പുരാൻ എന്നോട് ചോദിക്കപ്പെടുമ്പോ അവിടെ നെഞ്ചത്തടിച്ച് അല്ലാഹുവിനോട് എനിക്ക് എന്റെ യുവത്വം ഞാൻ ചിലവഴിച്ചത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയല്ല, തമാശ പറയാനല്ല, ചിരിക്കാനല്ല, യാത്ര ചെയ്യാനല്ല, സുജൂദ് ചെയ്ത് പൊട്ടിക്കരയാനാണെന്ന് എന്റെ പടച്ചവനോട് പറയണം റബ്ബേ, പറയണം നബിയേ. അതുകൊണ്ട് എനിക്ക് ഭാര്യ വേണ്ട. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പിന്നെ നിന്നോട് നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചില്ലടാ പോയ പെണ്ണ് വേണോ നീ വേണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവളോട് പേര് ചോദിക്കണില്ല, അവളടുത്ത് പോയി സംസാരിക്കണില്ല എന്ന് പറഞ്ഞപ്പോ ആ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു പറയാ, നിക്കാഹ് ദീനിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫലം കേട്ടാൻ വേണ്ടി ഞാൻ പെണ്ണ് കെട്ടിയതാ. പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പോ പെണ്ണ് കെട്ടി. പക്ഷെ പെണ്ണിനെ നോക്കണ കാര്യം മറന്നുപോയി. ഇബാദത്തില്ല, ഫുൾ ടൈം ഖുർആൻ ഓതൽ നിക്കർ. നമ്മളാണെങ്കിലോ പെണ്ണ് കെട്ടുന്നതോടുകൂടി ഉള്ള നിസ്കാര വിഭാഗം അന്നത്തോടുകൂടി വെച്ച് കെട്ടും. പിന്നെ നമ്മൾ നിസ്കാരം തുടങ്ങണമെങ്കിൽ പെണ്ണിന്റെ പ്രസവം ലേറ്റ് ആവണം. എങ്കിൽ നമ്മൾ കിംസിലാണെങ്കിലും അള്ളാഹ് നിസ്കരിക്കും, ഒരു സംശയവും ഇല്ല. ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ആ സമയത്ത് ചെയ്തിരിക്കും. കാരണം എന്താ? അന്നേരം ചെറിയൊരു ഖൗഫ് നമ്മുടെ ഉള്ളിൽ വരും. പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കരുതിയത്? അത് ചെറിയ കാര്യമില്ല, അതൊരു വലിയ സംഭവമാണ്. അള്ളാഹു ലോകത്ത് മനുഷ്യന് പഠിക്കാനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒരു പെണ്ണിന്റെ പ്രസവം എന്നുള്ളത്. അള്ളാഹു ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ ഭാര്യമാരാരെങ്കിലും ഗർഭവതികളാണെങ്കിൽ അള്ളാഹു നല്ല പ്രസവം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരുടെ മക്കളാരെങ്കിലും ഗർഭവതികളാണെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല മണിമുത്തുകളെ പോലെയുള്ള ചെറുമക്കളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. പ്രസവമൊക്കെ വലിയൊരു ദുരന്തമാണ് പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ മാത്രം നമ്മൾ ചെയ്താൽ പോരാ. ഉസ്മാൻ ബിൻ മൽഊനിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചത് എന്താണെന്നറിയോ? അത്തുഉമിനു കമാ നുഉമിനു യാ ഉസ്മാൻ, ഞാൻ വിശ്വസിക്കണ മതത്തിലല്ലേ നീ വിശ്വസിക്കുന്നത്? ഉസ്മാൻ ബിൻ മൽഊൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. അതെ. അല്ല പിന്നെ നീ എന്താ? ഞാൻ പെണ്ണ് കെട്ടുന്നു, എനിക്ക് മക്കളുണ്ടാകുന്നു, എനിക്ക് നിസ്കരിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, എല്ലാം ചെയ്യണം, നീ മാത്രമേ ചെയ്യൂല എന്ന് പറഞ്ഞാൽ നീ എന്നെക്കാളും വലിയ ആളായിപ്പോയാ. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അല്ലാഹു റസൂല് പറഞ്ഞു കൊടുത്തു, പെണ്ണ് കെട്ടണം ഉസ്മാൻ,
പെണ്ണ് കെട്ടണം. പക്ഷേ ആ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ നോക്കേണ്ടതുപോലെ നോക്കിയാൽ ഹത്താ ഫീഹ, അവളുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിന് പോലും നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് പെരുന്നാളിന് നമ്മൾ ചെല്ലുകയാണല്ലെങ്കിൽ പെരുന്നാളിന്റെ തലേ ദിവസം ചെന്ന് ഭാര്യയുടെ ഉമ്മാക്ക് ഡ്രസ് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതിന് നിനക്ക് പ്രതിഫലം തരികയാണ്. പക്ഷെ എടുക്കേണ്ട ഡ്രസ് ഏതായിരിക്കണം? ഉടുക്കേണ്ട ഡ്രസ്സായിരിക്കണം. എടുക്കേണ്ട ഡ്രസ് ഉടുക്കേണ്ട ഡ്രസ്സായിരിക്കണം. ഇന്ന് കുഞ്ഞു മക്കളെ പോലും നമ്മൾ ഡ്രസ് ഇടുന്നത് എങ്ങനെയാ? ഈ ഒരു പുലികളെ പോലെ ഒരു ഡ്രസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പുലിയുടെ അടയാളത്തിലുള്ള പുതിയ മോഡലാണ്. അത് 3ഉം 2ഉം വയസ്സായ പെൺകുട്ടികൾക്ക് ഇട്ട് ശീലിപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴേ. മുട്ടിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ചു പൊങ്ങി കുറച്ച് താന്നു, കുറച്ചു പൊങ്ങി കുറച്ച് താന്നു, ഇങ്ങനെ റൗണ്ട് അടിച്ച്. നമ്മൾ ആലോചിക്കണം, ഈ കുട്ടി വലുതാകുമ്പോഴും വാപ്പാനോട് പറയും എനിക്ക് പുലി ഡ്രസ്സ് മതി എന്ന് പറയും. അവസാനം മോള് പുലിയാണെന്ന് അറിയുമ്പോഴാണ് വാപ്പ എലിയാവുന്നത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് കേട്ട കാര്യങ്ങൾ മറന്നുപോകാതെ മനസ്സിന്റെ അകത്ത് ഒരല്പം. മൊബൈലിലൂടെ ധാരാളം സഹോദരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സുഖത്തിന് വേണ്ടിയാവരുത് എന്റെ സഹോദരങ്ങളെ. ഒരുപാട് ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ഈ രാത്രിയുടെ 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ ഒരാളെങ്കിലും അതിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്റെ മോനെ എന്ത് നഷ്ടം വന്നാലും ഉസ്താദെ ഞാൻ അങ്ങനെ വളർത്തൂല, അങ്ങനെ തീരുമാനിച്ചാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലാതെ ഒരു സുഖത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരു അർത്ഥമില്ല. കേട്ടുകൊണ്ടിരുന്ന പ്രതിഫലം കിട്ടും, പക്ഷേ നമ്മൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകുമ്പോൾ ഇതിനൊരു സത്യസന്ധമായ ഒരു വളർച്ച ഉണ്ടാവുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോ നമ്മൾ ഉടുക്കേണ്ട ഡ്രസ്സാണ് എടുത്തു കൊടുക്കേണ്ടത്. ഇല്ലാതെ ജനങ്ങൾക്ക് നമ്മുടെ സഹോദരിയെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഉമ്മയെ പ്രകടിപ്പിക്കാനുള്ള ഡ്രസ്സാവരുത്. വില കൂടിയവർ പണക്കാർ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. പെരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ തുണിക്കടകളിൽ നമ്മുടെ സഹോദരിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. തുണിക്കടകളിൽ ആണ് പെണ്ണില്ലാതെ കലർന്നുകൊണ്ട് നമ്മുടെ റമളാൻ മുഴുവനും ബാത്തിലായി പോകും. അല്ലാഹു കാക്കട്ടെ. ഇവിടെ ചാലയിലൊക്കെ നല്ല നല്ല ബർദാ സെന്ററുകൾ ഉണ്ട്. സമയമാകുമ്പോ ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കാൻ നിർബന്ധമായി സ്റ്റാഫുകൾ പോയിരിക്കണമെന്ന നിബന്ധനയുള്ള ബർദാ കടകൾ വരെയുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ആ കടക്കകത്ത് ആണ് പെണ്ണ് വല്ല നിയന്ത്രണമുണ്ടോ? നമ്മളത് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. നമ്മളൊരു കട നടത്തുന്നയാളാണെങ്കിൽ നിങ്ങൾ പറയും പെരുന്നാളൊക്കെ ആയിട്ട് തിരക്കാണ് ഉസ്താദ്, അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങൾ വേറെ വല്ല ലൈലത്തുൽ ഖദറിന്റെ കാര്യം വല്ലതും പറയും. നമ്മുടെ തുണിക്കച്ചവടം നിങ്ങൾ കൊട്ടേഷൻ ഇല്ലാതാക്കും മിക്കവാറും. അതുകൊണ്ടല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കാത്തത് ലോകത്തൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കടയിൽ വന്നത് കാരണമായിട്ട് ഒരു പെണ്ണിന്റെ കിതാബിൽ അവൾ വ്യഭിചാരിണിയാണെന്ന് എഴുതപ്പെട്ടാൽ അതിന് ആര് കണക്ക് പറയണം? അതിന് മറുപടി പറയും നിങ്ങൾ. നിങ്ങളുടെ കടയിൽ സാധനം വാങ്ങാൻ വന്നത് കൊണ്ടാണ് എന്റെ കിതാബിനകത്ത് ഞാൻ വ്യഭിചാരി എന്ന് എഴുതപ്പെട്ടത് എങ്കിൽ അതിനാരോടാണ് അള്ളാഹു ആദ്യം കണക്ക് പറയുക? അതിന്റെ മുതലാളിയോടാണ്. അവൻ 100 ഹജ്ജ് ചെയ്താലും പടച്ചോന് പുല്ലാണ് അവന്. എന്തുകൊണ്ട്? അവന്റെ കച്ചവട സ്ഥാപനങ്ങളിൽ വ്യഭിചാരത്തിന്റെ കണക്കുകൾ എഴുതപ്പെടുകയാണ്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അറിയാതെ സംഭവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹിനോട് പറയാൻ മാർഗമുണ്ട്. പക്ഷേ മനഃപൂർവ്വം നമ്മൾ എന്തുണ്ടാക്കരുത്. ചില സഹോദരങ്ങൾ അങ്ങനെയാണ്. വലിയ കട തുടങ്ങിയിട്ട് പെണ്ണും പിള്ളയെ കൊണ്ടുവന്ന് ക്യാഷറിലിരുത്തും. അപ്പൊ എല്ലാവരും പൂര ജനങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി ചാപ്പാടടിക്കാനും അതുപോലെ സാധനം വാങ്ങാനും. കാരണം എന്താ? അവിടെ ഒരു പെണ്ണായതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ ഇരിക്കുന്നത് ആരാണ്? ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. എന്തുകൊണ്ട്? ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് യുവതലമുറ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ യുവത്വം, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ യുവത്വമുണ്ടല്ലോ, ആ യുവത്വം ഇങ്ങനെ നാടിന്റെ നാനാഭാഗത്ത് വാരിവലിച്ചെറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാറുള്ളതല്ല. അതിന് ഏതൊക്കെ മേഖലകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവിടെ മുഴുവനും നമ്മൾ പിടിച്ചു നിൽക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊൻ, നിനക്ക് സാധിക്കണം ഉസ്മാൻ, നിന്റെ ഭാര്യയെ ഇസ്ലാമിന്റെ ചിട്ടക്കൂടിൽ വളർത്താൻ നിനക്ക് സാധിക്കണം ഉസ്മാൻ. നിന്റെ മക്കളെ അതേപോലെ വളർത്താൻ നിനക്ക് കഴിയണം ഉസ്മാൻ. എന്നിട്ട് നീയും അതേപോലെ ജീവിക്കാൻ നിനക്ക് സാധിക്കണം ഉസ്മാൻ. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പ് ചെല്ലുമ്പോ രക്ഷപ്പെടാം ഉസ്മാൻ. അതല്ലാതെ പെണ്ണില്ലാതെ പിടക്കോടിയില്ലാതെ പള്ളിയില്ലാതെ അല്ല ദീനിന് വേണ്ടി ശരീരം ചെലവഴിക്കേണ്ടത്.
ഇതെല്ലാം ഉള്ളതിനോടുകൂടി പടച്ചോന് വേണ്ടി സമയം ചെലവഴിക്കണം. അങ്ങനെയുള്ള ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാന്റെ ദീനിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു നാളെ പരലോകത്ത് നിന്റെ കൂടെ നടന്ന കള്ളുകുടിയന്മാരായ ചെറുപ്പക്കാര് നോക്കി നിൽക്കുമ്പോ, നിന്റെ കൂടെ നടന്ന പെണ്ണുപിടിയന്മാരായ യുവസുഹൃത്തുക്കൾ നോക്കി നിൽക്കുമ്പോ അവർക്കൊന്നും അല്ലാഹു കൊടുക്കാത്ത പദവി നിനക്ക് തരുമടാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കട്ടെ. നിങ്ങൾ വയസ്സായി മരണപ്പെട്ടാലും ശരി, യുവത്വം അള്ളാഹുവിന്റെ ഭാഗത്ത് അവിടെ ചോദ്യം ചെയ്യപ്പെടും. അത് നല്ലതുപോലെ ചെലവഴിച്ചാണ് നിങ്ങൾ 50 വയസ്സ് 30 വയസ്സ് കടന്നുപോയിട്ട് പിന്നെ ജീവിച്ചതെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അവിടെ അർശിന്റെ തണൽ അള്ളാഹു തരികയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, നമ്മുടെ യുവത്വം നമുക്ക് നേരായ രീതിയിൽ അർശിന്റെ തണൽ കിട്ടുന്ന രീതിയിൽ ചെലവഴിക്കാൻ പറ്റിയില്ലാരെങ്കിൽ ഇനി അടുത്ത വിഭാഗങ്ങൾ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കയറിപ്പറ്റാം, അതിൽ കയറിപ്പറ്റാം. അപ്പൊ ചെറുപ്പക്കാരെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇത് വിട്ടിട്ട് നമുക്ക് ഇനി മൂന്നാമത്തേൽ പിടിക്കാം, അതാകുമ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചെയ്താൽ മതിയല്ലോ. 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവരെ കൈവെക്കാൻ പറഞ്ഞാൽ, ഇന്ന് ഈ കസേരന്ന് ഞാൻ എഴുതേക്കുമെന്ന് പറയാൻ, ഇരിക്കുന്ന ഇരിപ്പിന് നിങ്ങളൊന്ന് ചലിക്കുമെന്ന് പറയാൻ നമുക്ക് അർഹതയുണ്ടോ? നമ്മുടെ സംസാരം കേട്ടാൽ പിന്നെ ഇവിടെ നമ്മളാണ് എല്ലാം അടക്കി ഭരിക്കുന്നത്. നമ്മുടെ സംസാരം കേട്ടാൽ എങ്ങനെയാണ്? പക്ഷേ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് ചലിക്കാൻ അള്ളാന്റെ അനുമതിയില്ല നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോ ഏത് പ്രായമാണ്, ഈ പ്രായത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ 100% ചെയ്യണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന യുവത്വം, അള്ളാന്റെ റസൂല് പറയുന്നു, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഏതെങ്കിലും ഒരു സഹോദരനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും നോക്കിയാലും അവൻ പള്ളിയിലാണ്, എപ്പോഴും നോക്കിയാലും അവൻ പള്ളിയിലാണ്, അങ്ങനെയാണെങ്കിൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവന് നിങ്ങൾ ഈമാനുണ്ട് എന്ന് ഉറപ്പിച്ചുകൊള്ളുക. ആ ഈമാനുണ്ട് എന്ന് ഉരച്ചു നോക്കണ്ട, നിസ്കാരത്തടമ്പ് നോക്കണ്ട, കുപ്പായം നോക്കണ്ട. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരാൾ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഈമാനുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോരെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ തിയേറ്ററുകളുണ്ട്. ഏത് പുതിയ പടം റിലീസായാലും ആദ്യം അവനെ അവിടെ കാണാം. കൂട്ടുകാര് പറയും അവനെവിടെ ഇടാ, എന്നവനവിടെ കാണൂല, മിക്കവാറും അവിടെ കാണും. അവൻ അവിടെ പോയിട്ടുണ്ട്, അവന് പിന്നെ നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇറങ്ങിയാൽ അപ്പൊ തന്നെ കാണണം. അങ്ങനെ ദൗർബല്യമുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇതിനകത്ത് വെച്ച് ഞാൻ വേദനയോടുകൂടി പറയുകയാണ്, വേദനയോടുകൂടി പറയാണ് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രായമാണ് എനിക്കും, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പ്രായമാണ്, ഒരുപാട് പ്രായമൊന്നുമില്ല. ചില ആൾക്കാർ വെളിയിൽ പറയുന്ന അട്ടക്കുളങ്ങര പള്ളിയിലെ മുന്നിൽ ഒരു കൊച്ചു മൊയിലാരെന്ന് പറയുന്നത്. ഞാൻ കൊച്ചു മൊയിലാര് തന്നെ, അവര് ബടാ മൊയിലാര് നെഹിഹേ, ഉറുദു പോവാണ്. അപ്പൊ ഇന്നും കൂടെ പഠിക്കാൻ പറ്റുള്ളൂ, നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉറുദു ഓരോ വാക്കിനിടയിൽ മൂളേണ്ടി വരും ഓർമ്മിക്കാൻ വേണ്ടി. ഇന്നിപ്പോ ലാസ്റ്റ് എടുത്തു ആ ഉറുദു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കും, കൊച്ചു മൊയിലാർ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചെന്താ, ഞാനിപ്പോ പള്ളിയിലായതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാം. നിങ്ങളെക്കാലം സിനിമ കാണാനും ഉത്സവം കാണാനും ഒക്കെ പോയിട്ടുള്ളവനായി ഞാൻ. എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു രാത്രി ഈ സദസ്സിൽ വേദനയോടുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. സത്യസന്ധമായി അള്ളാഹുവിന്റെ പള്ളിയിൽ ഇമാമത്ത് നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പള്ളിക്കകത്തിരുന്ന് ഒരു വാക്കുപോലും നടന്ന സംഭവമാണെങ്കിലും ലോകത്തറിഞ്ഞ സംഭവമാണെങ്കിലും കളവായിട്ട് ഞാൻ പറയില്ല. എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് ഒരു രാത്രിയെ ഞാൻ സമ്മാനിക്കുകയാണ്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാം. എന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ ആ സമയങ്ങൾ നമുക്കറിയാം. തറാവീഹിന് ഇപ്പൊ തന്നെ കുറെ പിള്ളേർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അതുപോലെ മുകളിൽ കിടന്ന് ചാടും. ചിലപ്പോൾ പാത്രത്തിന്റെ മണ്ട ഇവിടെ തിട്ടി നീങ്ങിരുന്നോണം, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടും ഉറപ്പായിട്ട്. അപ്പൊ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ വലിയ പാടാണ്. നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങി നിൽക്കാത്ത പ്രായമാണ്. ആ പ്രായത്തിൽ തറാവീഹിന് പോയപ്പോ നിസ്കരിക്കാതെ വെളിയിലിരുന്ന് ചിരിക്കുകയും കളിക്കുകയും ചെയ്ത് അവസാനം അന്നൊക്കെ തറാവീഹ് കഴിഞ്ഞിറങ്ങുമ്പോ മിണുങ്ങാൻ വേണ്ടി ചെറിയൊരു ഉണ്ണിയപ്പോ നെയ്യപ്പോ എന്തെങ്കിലും കൊടുക്കും, അത് വാങ്ങിച്ചു നിന്നുകൊണ്ട് വീട്ടിൽ ഓടുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ 27-ാം രാവിന്റെ ഒരു ദിവസം ഇതേപോലെ ഒരു 27-ാം രാവിലെ ഉസ്താദ് അവിടെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഒരു നസീഹത്ത് പറഞ്ഞപ്പോ എന്നോട് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഇക്കമാര് പറഞ്ഞു. ഞാനന്ന് കൊച്ചുകുട്ടിയാണ്. എന്നോട് പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് വരണം, മോൻ ഇന്ന് പള്ളിയിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആ പ്രായത്തിൽ ചെറിയൻകീഴ് NS ബ്ലോക്ക് ജംഗ്ഷനിൽ ഒരു തക്കാവുണ്ട്, 2 നില തക്കാവ്. അവിടെ ഇത്രയും ജനങ്ങളൊന്നും ഇത്തിക്കാവനൊന്നും ഇല്ല, കുറെ ഇപ്പമാരും പിന്നെ കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ ആ പള്ളിക്കകത്ത്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാഹിയൊക്കെ ഈ പള്ളിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ പറയാം, അന്ന് എന്തോ തോന്നിയ ഒരു അനുഭൂതി. അതിനുശേഷം ആ പ്രായത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു 4-5 റമദാനിലെങ്കിലും അതേപോലെ എനിക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളിയിൽ ഇരിക്കാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു ദിവസം എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി വല്ലാഹി മനസ്സിൽ തോന്നി.
ഒരു കൂട്ടുകാരോടും തമാശ പറയാൻ പോവാതെ എല്ലാവർക്കും അത്ഭുതം. ഇന്നെന്താ അവൻ എന്ത് പറ്റിപ്പോയി പടച്ചോനെ? അവന് വല്ല വാദം കാണാൻ കൂടിയോ? അവൻ ഇന്ന് വരണില്ലല്ലോ. ഒറ്റയ്ക്ക് ആ പള്ളിയുടെ അകത്ത് എന്നെ ഈത്തിക്കാവിന് കൊണ്ടുവന്നവരൊക്കെ ഉറങ്ങി, ഉപ്പമാരൊക്കെ ഉറങ്ങി മുസാഫ് തറയിൽ വീണു. ഇമാമ് വരെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവര് ഉറക്കമായി. ആ സമയത്തും എന്റെ പ്രിയമുള്ളവരെ, വല്ലാഹി ഹക്ക്, ഈ പള്ളിക്കകത്തിരുന്നുണ്ട് എന്റെ ജീവിതത്തിൽ അത്ര അനുഭൂതിയോടുകൂടി ഞാൻ ഖുർആൻ ഓതിയ ഒരു രാത്രി പിന്നെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആ രാത്രി എല്ലാവരും ഉറങ്ങി. പള്ളിക്കകത്ത് ഈത്തിക്കാഫിന് വന്ന എല്ലാവരും ഉറങ്ങി. ഉറങ്ങുമ്പോൾ നമുക്കും തോന്നും കിടന്നുറങ്ങാൻ. ആരെങ്കിലും കിടന്നുറങ്ങാണെങ്കിൽ നമുക്കും തോന്നും ഉറങ്ങാൻ. ആരെങ്കിലും ചാരി എന്ന് ഉറങ്ങാണെങ്കിൽ നമ്മൾ വിചാരിക്കും, അല്ലാഹു ആ തൂൺ എനിക്ക് കിട്ടിയതെങ്കിൽ റഹ്മാനെ അവിടെ പോയിരുന്ന് ഈത്തിക്കാഫിരിക്കാമായിരുന്നു. കാരണം നമുക്ക് ബുദ്ധിമുട്ട് മാറ്റാം. അങ്ങനെ ചിന്തിക്കുന്ന പ്രായത്തിൽ ആ ചിന്തയൊന്നുമില്ലാതെ അന്നെന്റെ പ്രിയമുള്ളവരെ ഏറ്റവും അധികം ഞാൻ ദുആ ചെയ്തത് എന്തെന്നറിയോ? ഏറ്റവും അധികം ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതല്ലാ, ജീവിതത്തിൽ നരകത്തിലേക്കുള്ള വഴി എനിക്ക് തെളിച്ചു തരല്ലേ അല്ലാ. ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരല്പമെങ്കിലും ഇൽമു പഠിച്ച ഒരു ആലിമാക്കി മാറ്റണമെന്ന് ആ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നൗഷാദ് ബാഖവി കൂടിയിരിക്കുന്ന ആയിരക്കണക്കാറ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ അല്ലാഹു കഴിവ് തന്നതെങ്കിൽ ഞാൻ ഇന്ന് 100% വിശ്വസിക്കുകയാണ് അതൊരു റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ പ്രാർത്ഥനയുടെ ബറക്കത്താണെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന 20, 25, 30 വയസ്സിനകത്ത് എത്രയോ വ്യഭിചാരം നടത്തിപ്പോയവര്, കള്ളുകുടിച്ചു പോയവര്, ഉമ്മായ ചീത്ത വിളിച്ചു പോയവര്, റമളാനിനെ കളിയാക്കി പോയവര്, കള്ളും കഞ്ചാവുമായ കുളങ്ങരയുടെ മണക്കാടിന്റെ തമ്പാനൂരിന്റെ പരിസരത്ത് സമയം ചിലവഴിച്ചു പോലെ ആരെങ്കിലും ഈ പള്ളിക്കകത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അല്ലാഹുവിന്റെ മാലാഖമാര് ഇറങ്ങി വന്നിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വന്നിരുന്നിട്ട് ആമീൻ ഹാമീൻ എന്ന് മലക്കുകളാ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ദുആ ചെയ്യുമെന്ന് പറഞ്ഞവൻ ആരും കേൾക്കാതെ വീടിനകത്ത് പോയി ദുആ ചെയ്തോ? നിന്റെ ദുആക്ക് ആമീൻ പറയാൻ ആരാടാ വരുന്നത്? ഈ പള്ളിക്കകത്തിരുന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ നിന്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് മലക്കുകൾ ആമീൻ എന്ന് പറയുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു പോയാ പേടിക്കണ്ട ചെറുപ്പക്കാരാ. ഗതകാല ജീവിതത്തിൽ കള്ളും കഞ്ചാവും നിന്നെ മാറ്റിമറിച്ചു പോരെങ്കിൽ, പലിശയും വ്യഭിചാരവും നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു പോരെങ്കിൽ, ആ മാറ്റത്തിൽ നിന്ന് ഈമാനിന്റെ മാറ്റൊലിയിലേക്ക് മാറാനുള്ള ഒരു രാത്രിയായിട്ട് ഈ റമളാനിന്റെ അട്ടക്കുളങ്ങര പള്ളിക്കകത്തുള്ള 27 രാവിന്റെ രാത്രിയെ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരാണ് ചെറുപ്പക്കാരാ, നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിന് ആരൊക്കെ ഈ 27 രാവിലെ എത്ര ഉപ്പമാര് പൊട്ടിക്കരഞ്ഞാല്, എത്ര ഉപ്പമാര് നേരം പുലരുവോളം തസ്ബീഹ് നിസ്കരിച്ചാലും എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരാണ് ചെറുപ്പക്കാര് ചെയ്യുന്ന ഇബാദത്തിന്റെ പദവിയോളം എത്തില്ല. അതുകൊണ്ട് അല്ലാഹു അലങ്കരിച്ച, അല്ലാഹു അനുഗ്രഹിച്ച, അല്ലാഹു കൈകൊണ്ട് നിനക്ക് സമ്മാനമായി തന്ന ആ യുവത്വത്തെ പാഴാക്കല്ല ചെറുപ്പക്കാരാ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പടച്ചോന്റെ അടുത്ത് അല്ലാഹു വിളിച്ചിരുത്തുന്ന ആരെയാ? മമ്മൂട്ടിക്ക് വേണ്ടി, ലാലേട്ടന് വേണ്ടി മരിക്കാൻ പോലെ ചെറുപ്പക്കാരെയല്ല. ഈ അട്ടക്കുളങ്ങരയുടെ പരിസരത്ത് ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ട് അതിന് താഴെ ഓരോ സിനിമാ നടന്മാരുടെ ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ട് അതിന് താഴെ നിന്റെ സ്വന്തം പേരെഴുതി വെക്കാ നാണമില്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അവര് ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ, അവര് കുടിക്കുന്ന കള്ളിന്റെ, അവര് ചെയ്യുന്ന മോഷണത്തിന്റെ, അവര് പറയുന്ന കുറ്റങ്ങളുടെ എല്ലാം തെറ്റുകുറ്റങ്ങൾ നിന്റെ തലയിലേക്ക് അല്ലാഹു എഴുതി വെക്കുമ്പോ ഒരു 15 വയസ്സിനകത്ത് ഭയാനകരമായ തെറ്റുകുറ്റങ്ങളാണ് പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അതിനൊന്നും കൊടിപിടിക്കാനും അതിനൊന്നും ഇൻഖിലാബ് വിളിക്കാനും സമയം ചിലവഴിക്കാനും മനസ്സിന്റെ അകത്തളത്തിൽ അല്ലാതെ വേണ്ടി നിന്റെ യുവത്വം കൊടുക്കാൻ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് സാധിച്ചാൽ, ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോ ആവേശത്തോടുകൂടി ബദർ ഞങ്ങൾ കണ്ടുപോയി ഉസ്താദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, അത് കണ്ടാൽ പോരാ, അത് കൊള്ളണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയിട്ട് മാറ്റുള്ള ശക്തിയുള്ള ഈമാനിന്റെ പത്രമാറ്റുള്ള മനസ്സ് നിനക്കുണ്ടാക്കിയെടുക്കാൻ പറ്റണവടാ. ഏതെങ്കിലും കൂട്ടുകാര് പലിശപ്പണം കാട്ടിയിട്ട് വിളിച്ചാൽ ആടിപ്പോകുന്ന ഈമാനാകരുത് ചെറുപ്പക്കാരാ. ഏതെങ്കിലും കൂട്ടുകാര് ഫ്രീയായിട്ട് വിദേശ മദ്യം കൊണ്ടുവന്ന് നിന്നെ പാർട്ടിക്ക് വിളിക്കുമ്പോ അലഞ്ഞു പോകുന്ന മനസ്സായി നിന്റെ മനസ്സ് മാറാൻ പാടില്ല.
ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഒരുപാട് പേരെ കഴുകക്കണ്ണുകളുമായി കാത്തിരിക്കുകയാണ്. പെരുന്നാൾ അങ്ങോട്ട് കഴിഞ്ഞാൽ അവൻ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറെ സുഹൃത്തുക്കൾ. അവര് നിങ്ങളെ കൊണ്ടുപോകും, ഉറപ്പാണ്. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ വല്ലാഹി റബ്ബ് സത്യമായും നിങ്ങളെ കൊണ്ടുപോകും. എത്രയോ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നിങ്ങൾ കരയും, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. എത്ര കരച്ചില്, എത്ര ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഞാൻ കണ്ടതാ. എത്ര ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നമ്മൾ എന്നിട്ടും ഇതങ്ങോട്ട് കഴിയുമ്പോ വീണ്ടും. എന്റെ പ്രിയമുള്ളവരെ, ഇതേപോലെ എനിക്കിനി നിങ്ങളോട് ഉപദേശിക്കാൻ ഒരു സമയം ചിലപ്പോൾ അടുത്ത റമദാന് കിട്ടിയെന്ന് വരുള്ളൂ. അതും പടച്ചോനാണ് തക്തീറാക്കുക. നമ്മളാരും തീരുമാനിക്കണ പോലെയുള്ള ഉസ്താദുമാര് പള്ളിയിൽ ഇരിക്കണം പോണത് നമുക്ക് ആഗ്രഹിക്കാമെന്നതേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ഓരോ സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയാസമയങ്ങൾ അവരെ അങ്ങനെ അവിടെ എത്തിച്ചുകൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാൻ, അതുകൊണ്ട് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരൊറ്റ രാത്രി നിങ്ങളുടെ തൗബയുടെ രാത്രിയാക്കി മാറ്റണം. ഇൻഷാ അല്ലാഹ്. പാപ്പാരെ ഇൻഷാ അല്ലാഹ് കേട്ടോളൂ. ചെറുപ്പക്കാരൊന്നും ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് തുമ്മിയാ സ്വീകരിക്കുമെന്നാണ്. പക്ഷെ ഈ തുമ്മൽ അതിന്റെ അല്ല, ഇത് ജലദോഷത്തിന്റെ തുമ്മലാണ്. ഇത് അലർജിയുടെ തുമ്മലാണ്. 4-5 ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യം കുറച്ച് കഴിഞ്ഞിടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക. നല്ല മനസ്സോട് കൂടിയിട്ട്, താല്പര്യത്തോട് കൂടിയിട്ട്. ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും ഉസ്താദെ, ഉറപ്പാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയണ്ടേ? ഇറങ്ങിപ്പോടാന്നല്ലേ? ഇറങ്ങുക്കല്ലാന്ന്. ഇറങ്ങുക്കല്ലാന്ന് നിങ്ങളെ പറയുമ്പോൾ തിരിച്ച് ഞാൻ പറയണം യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്. അലർജിയാണ്, നിങ്ങൾ കുറയാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇന്ന് ബൈക്കിൽ ഇത്തിരി യാത്ര ചെയ്തുകൊണ്ട് അതിന്റെ പൊടിയൊക്കെ അടിച്ച് ക്ഷീണമാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും ദുആ ചെയ്തെന്ന് മനസ്സിലായി അല്ലേ? ഇടയത്താഴൊക്കെ കുടിക്കാൻ പോകുമ്പോൾ, അത്താഴം കഴിക്കാൻ പോകുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ആര് ദുആ ചെയ്യാൻ? അത് കഴിച്ചുകൊണ്ട് വന്ന് നടന്നുറങ്ങും. പിന്നെ ദുആടെ കാര്യം ചിലപ്പോൾ ഇപ്പോഴാരെയും ചില ശരിയാ, അന്നേരം ഉസ്താദ് നസീഹത്ത് കഴിഞ്ഞു വന്ന് എല്ലാവരോടും ഉറപ്പായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ മറന്നുവിട്ട് ചിലരൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. ഒരു സഹോദരൻ ദുഹർ കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ എന്നോട് കൈ പിടിച്ചിട്ട് പറയാം, ഉസ്താദെ ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് വേണ്ടി എന്ത് കാര്യം ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കാര്യം ഞാൻ ആദ്യം ചോദിച്ചിട്ട് എന്റെ കാര്യം ചോദിക്കും. ആ പിതാവിന് അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. എനിക്ക് നിങ്ങളുടെ ദുആ മാത്രം മതി. നിങ്ങളുടെ ദുആ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളുടെ ദുആ, അവര് നിസ്കാരമുള്ളതിനോട് കൂടിയുള്ള ദുആ, അതൊരു വിലപ്പെട്ട ദുആയ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവേ അയ്യിദുൽ ഇസ്ലാമ, ഇസ്ലാമിനെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം. അതുവരെ ഇസ്ലാം രഹസ്യമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇസ്ലാമിനെ കുറിച്ച് ആർക്കും അറിഞ്ഞൂടെ? എവിടെയെങ്കിലും രഹസ്യമായിട്ട് വരും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ് പറഞ്ഞപ്പോഴേക്കും രഹസ്യമായിട്ടായിരുന്നു. അതുവരെ വളരെ പരമരഹസ്യമായിരുന്നു. രണ്ടാലൊരു ഉമർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരെ കുറിച്ചാ? ഒന്ന് അബൂജഹൽ. ആ ശക്തനായിരുന്നു അബൂജഹൽ, ഉമറിനോളം ശക്തൻ, തന്റെ ഇടമുള്ളവൻ. മറ്റൊന്ന് ഉമർ. ഈ രണ്ടിൽ ഒരാളെ അള്ളാഹുവെ നീ മുസ്ലിമാക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല തഫ്സീർ റാസി പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഹിദായത്തിന്റെ പ്രകാശം കൊടുത്തിട്ട് പറഞ്ഞു, രണ്ടിൽ നീ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ജിബ്രീലിന് ഇഷ്ടം പ്രവർത്തിക്കാൻ പറഞ്ഞു. അബൂജഹലിനോ ഉമറിനോ റളിയല്ലാഹു അൻഹു, രണ്ടിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹിദായത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പറന്നിറങ്ങി വന്നപ്പോൾ അബൂജഹലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ സമയം അബൂജഹൽ കിടന്നുറങ്ങുകയാണ്. എങ്ങനെയാണ് അബൂജഹൽ കിടന്നുറങ്ങുന്നതെന്നറിയോ? ജിബ്രീൽ മുഖം തിരിച്ചു കളഞ്ഞു. അബൂജഹലിന്റെ കിടത്ത കണ്ടിട്ട് അബൂജഹൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു, ഇതത്ര പോരാ, ആണുങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നത് ശരിയല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹിദായത്തും കൊണ്ട് രണ്ടാമത് കടന്നു ചെന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ്. അവിടെ ചെന്നപ്പോഴോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നെഞ്ചു വിരിച്ച ആൺകുട്ടികളെ പോലെ നെഞ്ചു വിരിച്ച്, ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു നെഞ്ചാ, നെഞ്ചു വിരിച്ച് തന്റെ ഇടത്തോടു കൂടി കിടന്നുറങ്ങാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിന്നെ തന്നെടാ അള്ളാഹ് തിരഞ്ഞെടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്ത് കിട്ടി. അള്ളാന്റെ റസൂലിനെ വകവരുത്താൻ വേണ്ടി മക്കത്തെ ജബലുകൾ കീടുകിടുത്ത് തൽക്ഷണ മുഹമാറിന്റെ വരവിനൊത്ത് എന്ന്
നാം പാട്ടിലൂടെ, സംഗീതത്തിലൂടെ, ബൈത്തിലൂടെ നാം കേട്ട് ആവേശത്തിന് രോമാഞ്ചമുണ്ടായി പോയ കവിതയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വരവിനെ കുറിച്ച് പറയാൻ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് നമ്മുടെ തറാവീഹിന്റെ അവസാനം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് വിധിമ്മിപ്പൊട്ടിയത് ഖുർആനിന്റെ വശ്യമായ ഒരു മനുഷ്യനും കീഴ്പ്പെടുത്താനുള്ള ഖുർആനിന്റെ ശക്തിയാണെങ്കിൽ ഏത് അഹങ്കാരിയും പുറകിൽ കൈകെട്ടി നിന്നാൽ അറിയാതെ ഒന്നുമല്ലാതെ വെറും പൂജ്യമായി പോകും ആ സൂറത്തുൻ നാസിന്റെ പുറകിൽ. അത് ഖുർആനിന്റെ ഭയാനകത തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഖുർആനിനെ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്കാ എന്ന ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്ത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ യുവത്വമല്ലേ ഇസ്ലാമിന് പവർ കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്തൊരു ഇസ്ലാം ഉണ്ടാക്കല നടത്തണേ, നിങ്ങൾ ഇത്രയും വലിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിട്ട് നിങ്ങൾ ഇങ്ങനെ മുക്കിലും മൂലയിൽ ഒതുങ്ങിയിരുന്നിട്ട് ഇങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയോ? അത് പരസ്യപ്പെടുത്തണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറെ അതിപ്പോ വേണോ, കുറച്ച് കഴിയട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ കടന്നു വന്നിരിക്കുകയാണ്, ഇപ്പൊ വേണം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, 40 പേര് സഹാബികളെന്നുണ്ടായിരുന്നു, 40 പേര് രഹസ്യ പ്രവർത്തകരായിരുന്നു. ആദ്യമായിട്ട് ആരാണ് സ്വാതന്ത്ര്യദിന പരേഡ് നടത്തിയതെന്നറിയോ? അതിന് നേതൃത്വം കൊടുത്തതെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ, നബിയെ നിങ്ങൾ ദുആ ചെയ്താൽ മതി, ഉമറാണ് നടത്തുന്നത്, ഒരുത്തനും എതിർക്കില്ല. ഈ മണ്ണിൽ ആരെങ്കിലും ഉമറിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ വില ഉയർത്താ, ശബ്ദമുയർത്താമെന്ന അവന്റെ ശിരസന്തരീക്ഷത്തിലൂടെ പറക്കും നബിയെ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഇടത്തോടെ രംഗത്തിറങ്ങിയത് എന്റെയും നിങ്ങളുടെയും പ്രായത്തിലായിരുന്നു. സിനിമാ നടന്മാർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് തിയേറ്ററിന്റെ മുന്നിൽ ആദ്യം കൊടുക്കുന്ന ടിക്കറ്റ് വാങ്ങാ ക്യൂ നിൽക്കുന്ന നാണം കെട്ട വൃത്തികെട്ട വായിച്ചു കൊള്ളാത്ത എന്റെ ചെറുപ്പക്കാരാ, നിന്റെ തന്റെ ഇടമാണടാ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി കാണിച്ചത്. നിന്റെ തന്റെ ഇടമാണ് കാണിച്ചത്. നിനക്ക് 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദറില് അരമണിക്കൂർ ഉറക്കമൊഴിയുമ്പോ അറിയാതെ കിടക്കാൻ തോന്നിപ്പോകുന്നെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഗാനമേള കാണാ, തമ്പാനൂര് വെളുക്കുന്നത് വരെ റിബൺ കെട്ടികെട്ട് നൃത്തം ചെയ്ത ചെറുപ്പക്കാരാ, പച്ചോന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ നിനക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിന്നെ പച്ചോന് വേണ്ടാത്തത് കൊണ്ടാണടാ, നിന്നെ അള്ളാഹ്ക്ക് വേണ്ടാത്തത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കൈയൊഴിയാതിരിക്കട്ടെ. അള്ളാഹു 2 കൈയും നീട്ടി നമ്മളെ വിളിക്കുന്ന ഈ രാത്രിയിൽ ഓടി പടച്ചോന്റെ മുമ്പിലെത്തുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു പാവപ്പെട്ട നമ്മളെ പെടുത്തട്ടെ. ഓടി അള്ളാന്റെ മുമ്പിലെത്തണം, ഓടിപ്പോയി ഉറങ്ങാനുള്ളവരല്ല. ഈ രാത്രി പടച്ചോന് കൊടുക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ തെളിവുകളും വെച്ച് ഇന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെങ്കിൽ അത് കിട്ടിയാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം 1ഉം 2ഉം അല്ല ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം. വേറെ ഒരു ഭൗതികമായ സംസാരമൊന്നുമില്ലാതെ 1000 മാസം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോ രണ്ടാമത് അള്ളാന്റെ ചാരയിരിക്കുന്നത് യുവാക്കളാണ്. ആ യുവാക്കളെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ലോകത്ത് പിശാച് മെനഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളതിലകപ്പെട്ടു പോകരുത്. നിയന്ത്രിക്കണം. നിയന്ത്രിക്കണം. ഗൾഫിൽ നിന്നൊരു യുവാവ് വന്നാൽ ഉടനെ തന്നെ ബാക്കി കൂട്ടുകാരെ വിളിച്ചിട്ട് പാർട്ടി നടത്തണം, കള്ളു കുടിക്കണം, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ എന്താ പറഞ്ഞു ആടിനിറക്കം മോളി കൊണ്ടുവന്നു. അപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനോട് ചോദിക്കും, ഇല്ല ഒന്ന് കണ്ടില്ലല്ലോ, ഇൻഷാ അല്ലാഹ് ഉടനെ കൂടുന്നുണ്ട്, പെരുന്നാൾ കഴിഞ്ഞ് 1-2 സ്ഥലത്തൊക്കെ എത്തി സാധനങ്ങളെ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് മറ്റവനോടൊന്ന് വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് കൂടാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അതിനൊരു നിയ്യത്തൊക്കെ വെച്ച് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പിരിയുമ്പോൾ അവരെന്താണ് അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നതെന്നറിയോ? ഒരു തുള്ളി കള്ളുകൊണ്ട് നിങ്ങൾക്ക് സുഖം കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ ഈത്തിക്കാതിരിക്കണ്ട. ആ സുഖത്തിന് വെക്കോ? ആരാ അവിടെ തടയണേ? വാപ്പാക്ക് നീ കുടിക്കണോണ്ട് വാപ്പാക്ക് ഒരു വിഷമമില്ല. കാരണം എന്താ? നീ കുടിക്കണ്ടെന്ന് വാപ്പ പറയാത്തിടത്തോളം കാലം വാപ്പാക്കും കുടിക്കാം. വാപ്പാരുടെ അടുത്ത് നീയും പറയൂല. അതുകൊണ്ട് വാപ്പ പറയൂല. ഇന്ന് നമ്മുടെ വീട് വെക്കുമ്പോ മിനി ബാറിന് വേണ്ടിയിട്ട് സാധാരണ ഷോക്കേസ് വെക്കും, സാധനങ്ങൾ വെക്കാൻ. ഇന്ന് എഞ്ചിനീയർമാരോട് പറയും സാധനം വെക്കാനോട് ഒരു ചെറിയ മിനി ബാർ ഓരോ വീട്ടിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? നമ്മൾ ആലോചിക്ക്,
എന്തുകൊണ്ടാണ്? പഴയതുപോലെയല്ല. നമുക്കിന്ന് പണം വന്നു, പവർ വന്നു, എന്തും നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ഏറ്റവും അധികം അള്ളാഹുവിന് വേണ്ടി യുവത്വം കൊടുത്ത ചെറുപ്പക്കാരൻ നാളെ ഇങ്ങനെ പടച്ചോന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ, അള്ളാഹിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ നിങ്ങൾക്കതിന് സാധിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാധിച്ചേ പറ്റൂ. അതിനുവേണ്ടി വികാര വിചാരങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ ആ മഹാനുഭാവന്മാരുടെ ചരിത്രം വായിച്ചു പഠിച്ചിട്ട് പടച്ചോന്റെ ദീനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും നിങ്ങൾ ചെയ്യണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ. അതുകൊണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ പോകാൻ, ഏത് സമാപന ഘട്ടം വരെ പരിശ്രമിക്കേണ്ടി വന്നാലും ഇബാദത്ത് കൊണ്ട് നിനക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെങ്കിൽ ആ പ്രതിഫലത്തിന്റെ പരമോന്നതമായ പദവി അലങ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ എന്തൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് സഞ്ചരിക്കാൻ നിനക്ക് സാധിക്കോ അവിടം വരെ പറന്നെത്താൻ നിനക്ക് സാധിക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, പെരുന്നാൾ നമസ്കാരം നടക്കുമ്പോ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാം ഖുത്ബ ഓതുന്നതിന് വേണ്ടി മിമ്പറിലേക്ക് കിടക്കുമ്പോ എന്തോ ഒരു ധൃതിയാണ്. 30 ദിവസം നോമ്പ് പിടിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ട് കാണിക്കാത്ത ധൃതി. അന്ന് നിങ്ങൾ നിസ്കരിക്കുമ്പോ ഇട്ടിരിക്കുന്ന കുപ്പായം ഉടഞ്ഞു പോകാതെയാണ് കൈകെട്ടുന്നത്. അല്ലാഹു അക്ബർ. നമ്മൾ വിചാരിക്കും റമളാൻ 30 ഇങ്ങനെ നിസ്കരിച്ച് നോമ്പ് പിടിച്ചതിന്റെ തഖ്വ പ്രകടമാണെന്നല്ല, പുതിയ കുപ്പായം ചുളുങ്ങാതിരിക്കാൻ ഇങ്ങനെയാണ്. സുജൂദിൽ പോകുമ്പോഴൊക്കെ വല്ലാത്തൊരു ഗമേല പെരുന്നാളിന്. പെരുന്നാളിന്റെ അന്ന് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ആലോചിക്കണം, സമാധാനമായി പള്ളിക്കകത്ത് പെരുന്നാളിന്റെ രാത്രിയും പകലും നഷ്ടപ്പെടുത്തരുത് നമ്മൾ. ഈ റമളാനെങ്കിലും ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനത്തെ പര്യവസാനം ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കണം. പെരുന്നാളിന്റെ തലേ ദിവസം, ഇപ്പോ ശനിയാഴ്ച നടന്ന രാത്രി, ഞായറാഴ്ച പെരുന്നാളാണെങ്കിൽ ശനിയാഴ്ച നടന്ന രാത്രി ഇൻഷാ അല്ലാഹ് ഈ പള്ളിക്കകത്ത് പ്രത്യേകമായ ഒരു ദുആ മജ്‌ലിസ് ഉണ്ടായിരിക്കും. ഞായറാഴ്ച പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഉള്ളതുപോലെ ശനിയാഴ്ച നടന്ന ഞായറാഴ്ച പെരുന്നാളാണെങ്കിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ദയവ് ചെയ്ത് എന്റെ ഈ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയാൻ, ഞാൻ ഇത്രയും ദിവസം പറഞ്ഞ ഉപദേശത്തെ ഒരല്പമെങ്കിലും മനസ്സിനകത്ത് ആവാഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ഇറച്ചി വാങ്ങി മാറ്റിവെച്ചിട്ട്, ആ സമയത്തുള്ള തുണിയെടുപ്പ് മാറ്റിവെച്ചിട്ട്, ആ സമയത്തുള്ള തിരക്ക് മാറ്റിവെച്ചിട്ട്, ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ കഴിയുന്നവരുണ്ട്, അങ്ങനെ നാട്ടിൽ പോണ ഒരുപാട് പേരുണ്ട്. അവരല്ലാതെ ബാക്കിയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഏതു പള്ളി ആ രാത്രി അടച്ചാലും ഇവിടെ ഇൻഷാ അല്ലാഹ് മലക്ക് തുറന്നിട്ടിരിക്കും. ഇവിടെ വരണം, നമുക്ക് ദുആ ചെയ്യണം. ഇതേപോലെ ആ റമളാനിനെ നമ്മൾ സ്വീകരിച്ചതുപോലെ അസ്സലാമു അലൈക യാ ശഹ്റു റമളാൻ എന്ന് പറഞ്ഞ് തറാവീഹിന്റെ ഇഅ്തികാഫിന്റെ ഖുർആനിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ റമളാനിനെ നമുക്ക് ഇതേപോലെ ഒരുമിച്ചിരുന്ന് സലാം പറഞ്ഞു വിടണം. ഇല്ലാതെ 27-ാം രാവ് കൊണ്ട് എല്ലാം സമാപിപ്പിച്ച് പിന്നെ തറാവീഹ് പള്ളിയിൽ നടന്നാൽ എന്താ, നടന്നില്ലെങ്കിൽ എന്താ? എല്ലാവരും പൈസ കൊടുത്തപ്പോ ഞാനും ഹാഫിദിന് പൈസ കൊടുത്തു, എല്ലാവരും മുസാഫഹത്ത് ചെയ്തപ്പോ ഞാനും ചെയ്തു. അതൊക്കെ പടച്ചവനറിയാം. നാളെ മുതൽ എനിക്ക് തിരക്കാന്ന് പറഞ്ഞ് ഓടിപ്പോയാൽ 1 കോടി രൂപ നീ പടച്ചോന്റെ മുമ്പിൽ വെച്ചാലും അല്ലാഹ്ക്കതൊന്നുമല്ല വലുത്. നിന്റെ മനസ്സാണ് മോനെ പടച്ചോ നോക്കുന്നത്. ആ മനസ്സാണ് കോടികളെക്കാൾ പടച്ചോന്റെ മുന്നിൽ വിലയുള്ളത്. അത് കൊണ്ടുവന്ന് ഈ പള്ളിക്കകത്ത് പെരുന്നാളിന്റെ തലേ ദിവസം എനിക്കൊരു തിരക്കുമില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചിലവഴിക്കുമ്പോ അള്ളാഹുവിനെന്ത് സന്തോഷമാകുമെന്നറിയോ? എന്റെ അടിമയെ കണ്ടോ, അള്ളാഹു മലക്കുകളോട് വിളിച്ചു പറയുമെന്ന് കണ്ടോ, റമളാൻ വന്ന സന്തോഷത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ആ റമളാനിന്റെ സമാപന സമയമതാ പടച്ചോന്റെ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്യുമ്പോ ഇവരെ ഞാൻ ഇങ്ങെടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാ വശാബുൻ നശഅഫി ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം ചിലവഴിച്ച ആ യുവത്വം. ഞാനൊരു ദിവസം ഇവിടെ ളുഹറിന് ശേഷം 5 ജീവികളെ പോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം, 4 ജീവികളെ പോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വളരെ കറക്റ്റാണ് നിങ്ങൾ ആ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അപ്പൊ ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അല്ല, അതെന്റെ മനസ്സിൽ വല്ലാത്ത ചില ആൾക്കാർ പറയും പ്രസംഗിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞതില്ലേ അത് സത്യമാണ്, അപ്പൊ മറ്റുള്ള ഒന്നീ സൈലന്റ് ആക്കണം. റെക്കോർഡിങ്ങിന്റെ സ്ഥലത്താണെന്ന്
അന്ന് ഓഫാക്കുക. ഒന്നിലേ ഓഫാക്കുക, അല്ലെങ്കിൽ സൈലന്റ് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തു വെക്കുക. എല്ലാവരും മൊബൈൽ വേറെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല. ഈ ടൂണിട്ടിരിക്കുന്ന ആരെയാന്ന് അറിഞ്ഞൂടെ ആർക്കും? പെട്ടെന്നാവട്ടെ, വളരെ വേഗം. ശരിയായോ? എനിക്കാനട്ടുള്ളൂ. ദേവിയത് ഇനി ശബ്ദം കേൾക്കരുത്. നമ്മുടെ 30 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം, 30 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം കുതിരയെ പോലെയാണ്. എന്തും ചെയ്യും, ഓടി നടന്ന് എന്തും ചെയ്യും. ഈത്തിക്കാവൽ ഞങ്ങളുണ്ട് ഉസ്താദ്, അസ്സലാമു അലൈക്കും, ഞാനുണ്ട്. എത്ര സമയം വേണം നിങ്ങളിരുന്നോ, നമ്മൾ കൂടെ ഉണ്ടാവും. 30 വയസ്സ് വരെയുള്ള സമയം കുതിരയെ പോലെയാണ്. 30 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള 25 വർഷക്കാലം ഒരു മനുഷ്യന്റെ ജീവിതം എന്തുപോലെയാണ്? ഒരു കഴുതയെ പോലെയാണ്. എന്ത് ജോലിയും ചെയ്യാൻ അവന്റെ കാര്യമോ നോക്കൂല. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. ഇല്ലേ, ആലോചിച്ച് നോക്കി. എത്രയോ പേരുണ്ട് ഭാര്യയും മക്കളെയും കണ്ടിട്ട് ദിവസങ്ങളായി. തിരുവനന്തപുരത്ത് ഓരോ കടകളിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ തിരിച്ചവിടെ ചെല്ലുമ്പോൾ നിനക്ക് സുഖമാണോ എന്നവർ ചോദിക്കൂല. കയ്യിൽ എത്ര കവറുണ്ടെന്ന് നോക്കണേ. അമ്മച്ചിക്ക് പ്രത്യേകിച്ചുണ്ടോ, വാപ്പച്ചിക്ക് പ്രത്യേകിച്ചുണ്ടോ, മക്കൾക്കുണ്ടോ? ഭാര്യ പോലും അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന്റെ വേദന കണ്ടിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്തത് കൊണ്ട് എത്രയോ 30 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള എത്രയോ ഭർത്താക്കന്മാർ റൂം അടച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. എന്റെ മക്കൾ എന്തേ ഇങ്ങനെയായിപ്പോയി? വെറും ഒരു കഴുതയെ പോലെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവർ. ചില സഹോദരങ്ങൾ ജോലി തിരക്കിനിടയിൽ പെട്ടെന്ന് നിസ്കരിക്കാമെന്ന് കയറുന്ന രംഗം നമുക്കറിയാം. എന്ത് വേദനയാണ്. അപ്പൊ ജോലി തിരക്കിനിടയിൽ പോയി നിസ്കരിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകുക. അങ്ങനെ വിയർത്തൊലിച്ച് ജോലി ഒരു കഴുതയെ പോലെ ചുമടെടുക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി, വിയർക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗം. 55 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. 55 കഴിഞ്ഞ് പിന്നെ 85 വരെ ഉള്ള 25 വർഷക്കാലം, 65, 75 അല്ലെങ്കിൽ 85-നകത്തുള്ള ആ ഒരു വർഷക്കാലം, ആ വർഷക്കാലം നിന്റെ ജീവിതം പണ്ഡിതന്മാര് വിലയിരുത്തിയിട്ട് പറയുകയാണ് ഒരു നായയെ പോലെയാണ്. നായയുടെ ജോലി എന്താ? കാവല് കിടക്കുക. മോൻ വിളിച്ചു പറയും, വാപ്പച്ചി എവിടെ ഉണ്ട്? ഞാൻ റോട്ടിൽ നിൽക്കാം മോനെ. ഇന്ന് ഞാൻ വീട്ടിലുണ്ടാവില്ല, ഒന്ന് നോക്കണേ, മക്കളൊന്ന് നോക്കി പോണേ. ശരി മക്കളെ. വാപ്പച്ചി അപ്പൊ തന്നെ മൊബൈൽ പോക്കറ്റിട്ട് നേരെ എവിടെ പോവാണ്? അന്ന് വീട്ടിലേക്കില്ല, അന്ന് പോകുന്നത് നേരെ മരുമോളെ വീട്ടിലേക്കാണ് കാവല് കിടക്കാൻ. മരുമോള് എയർ കണ്ടീഷൻ റൂമിനകത്ത് കിടക്കുമ്പോ ചെറുകുട്ടിയോട് പറയും, മക്കളെ ഇതാ ഈ ഫാൻ എടുത്ത് മാമാ കൊണ്ട് വെച്ചു കൊടുക്കും. എന്തിനാ? ഹാളിൽ ഇങ്ങനെ വാപ്പച്ചി കിടക്കാണ്, കാവല്. ഹാളിൽ കാവല് കിടക്കാൻ. അതേപോലെ ചെറിയ ചെറിയ വീടുകളുണ്ട്. ആ വീടിനകത്ത് തേങ്ങയും വിളിച്ചു പറയും, പെരുന്നാളുണ്ടെന്ന്. വാപ്പ നമ്മളുണ്ടാവൂല. മോനെ വാപ്പ എവിടെ പോവാ? ഞാനൊന്ന് എന്റെ അനിയന്റെ വീട് വരെ പോവാണ്. വാപ്പച്ചി നമ്മളുണ്ടാവൂല, ഞാനും വൈഫൊക്കെ ആയിട്ട് നമുക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ട്. പെരുന്നാളല്ലേ, വീട്ടില് റബ്ബർ ഷീറ്റും തേങ്ങയൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് ശരി മോനെ ഞാൻ വന്നോളാം. കാരണം എന്താ? ഇങ്ങനെ ചിന്നില്ലെന്ന് പറഞ്ഞാൽ മോൻ വാങ്ങിച്ചു കൊടുത്ത പെരുന്നാൾ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പറഞ്ഞാൽ കേട്ടല്ലേ പറ്റൂ. അങ്ങനെ വാപ്പച്ചി അവിടെ പോയി പെരുന്നാളിന്റെ ഈദുൽ ഫിത്തറിന്റെ മകൻ കൊടുത്ത സമ്മാനം വാപ്പാക്കൊരു നായയുടെ റോൾ, റബ്ബർ ഷീറ്റും തേങ്ങയും സൂക്ഷിക്കുന്ന പഴയ വീട്ടിൽ ഒരു പായ വിരിച്ചിട്ട് ഒരു കവർ കിങ്ങി വീടിയുമായിട്ട് വാപ്പ അവിടെ ഇരിക്കുകയാണ്. അതാണ് ഒരു വാപ്പാടെ 55-85 വയസ്സിനകത്തുള്ള പ്രായമെങ്കിൽ ഒരു 85 വയസ്സ് കഴിഞ്ഞിട്ട് എന്റെ ചെറുപ്പക്കാരതൊന്നും ചിന്തിക്കൂല. ഇപ്പൊ നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. നിന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുമ്പോ കള്ളു കുടിക്കണം, വ്യഭിചരിക്കണം, സിനിമ കാണണം, കൊട്ടേഷൻ ടീമിൽ പ്രവർത്തിക്കണം, അടിയുണ്ടാക്കണം, ബഹളം വെക്കണം. ആ ചിന്തയല്ലാതെ നിന്റെ പരലോകത്തെ കുറിച്ചോ നിന്റെ ജീവിതത്തിന്റെ സമാപനത്തെ കുറിച്ചോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നീ ചിന്തിക്കൂല. 4ാമത് 85 വയസ്സ് കഴിഞ്ഞ അല്ലാഹു നിനക്ക് ഒരു ദിവസമെങ്കിലും ജീവിക്കാനുള്ള അവസരം തന്നാൽ മൂങ്ങയെപ്പോലെയാണ്. മൂങ്ങയെപ്പോലെ റൂമിനകത്ത്, ഏതെങ്കിലും റൂമിനകത്ത് ജനലിങ്ങനെ വായു പോകാൻ വേണ്ടി തുറന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കിടക്കാൻ 86 വയസ്സുള്ള ഉമ്മയും വാപ്പയും. ഉറങ്ങിയോ ഉമ്മ? ചായ കുടിച്ചോ? മൂങ്ങ മൂളണ പോലെ മൂളൽ മാത്രം. മരുന്ന് കുടിച്ചോ? ചൂടുണ്ടോ? തണുപ്പുണ്ടോ? വേദനയുണ്ടോ? ഈ ഒരു മൂളൽ.
ഇതൊക്കെ ഞാനും നിങ്ങളും ജീവിച്ചിരുന്നാൽ അനുഭവിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ നടത്ത കണ്ടാൽ 2 പോക്കറ്റും 6 മൊബൈലും. ഇതൊരു സെറ്റപ്പാ നമ്മൾ, അല്ലേ? എന്തൊരു സെറ്റപ്പാ നമ്മുടെ ജീവിതശൈലി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ചെറുപ്പക്കാരാ. ചിന്തിക്കൂല ഒരിക്കലും. നമ്മുടെ ഒരു ദിവസം പോലും വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ കിടക്കാൻ പാടില്ല. നമ്മുടെ ഒരു ദിവസം പോലും. മരണവും വാർദ്ധക്യവും രണ്ടും തുല്യമാണ്. ഒരു യുവാവിന് രണ്ടും തുല്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചോന്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട്, അള്ളാന്റെ അടുത്തിരുന്നു കൊണ്ട്, യുദല്ലോമുൽ മൗലാ ബിഗൈരി ളിലാലി, ഒരു തെറ്റ് പോലുമില്ലാതെ, ഒരു ശാന്തത പോലുമില്ലാത്ത പരലോകത്ത് പടച്ചോന്റെ അടുത്ത് ചെന്നിരിക്കാൻ ഹതഭാഗ്യരായ ധിക്കാരികളായ തെമ്മാടികളും താന്തൂനുകളും നരകത്തിനകത്തേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് സന്തോഷിക്കാൻ വിധിക്കപ്പെട്ട രണ്ടാമത്തെ വിഭാഗമാരാ. അവർ അള്ളാഹുവിന് വേണ്ടി യുവത്വം ചെലവഴിക്കുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം വമൻ കൽബുഹു യഹ്വൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. എപ്പോഴും പള്ളിയുമായി ഹൃദയം കണക്ട് ചെയ്തിരിക്കുന്ന മനസ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവര് വിജയിക്കും. അത് പള്ളി ജോലി ചെയ്യുന്നവരാകാൻ പാടില്ല. മോദി സാഹിബ് വീട്ടിൽ പോകുമ്പോൾ അള്ളാഹു ഇപ്പൊ പ്രസിഡന്റ് വിളിക്കും, ഞാൻ പോയില്ല, പള്ളി ആ ചിന്തയില്ല. ഉസ്താദ് അള്ളാഹു ലോറിന് ആളുണ്ട്, ആ ചിന്തയില്ല. മറിച്ച് അവർക്ക് ആ ചിന്ത വരാം. ആ ചിന്ത ഇതിനു വേണ്ടിയാവരുത്. പള്ളിയിൽ അവരെന്തെങ്കിലും പറയും, ആ ചിന്തയ്ക്കാവരുത്. മറിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പള്ളിക്കകത്ത് തീരെ ഖുർആൻ ഓതുക, കുറെ നേരം റൂമിലിരുന്നാലും പള്ളിക്കകത്തുനിന്ന് പോയിരുന്നാൽ എന്താ, അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുമ്പോൾ പള്ളിക്കകത്തുനിന്ന് പോയിരുന്നാൽ എന്താ, അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതാണ് മുഅല്ലഖും ബിൽ മസാജിദ്. ഈ നാട്ടിലുള്ള ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് റമളാൻ 1-ന്റെ അന്ന് എന്തൊരു സന്തോഷമായിട്ടാണ് ഇവിടെ ഞാൻ സുബഹി നിസ്കരിച്ചെന്നറിയോ. ഇതേപോലെ ആളുണ്ടായിരുന്നു സുബഹി നിസ്കാരത്തിന്, ഇതേപോലെ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന്. പക്ഷേ ഇന്നതിന്റെ നേർപകുതി പോലുമില്ല. എന്തുകൊണ്ട്? 10 കഴിയുമ്പോൾ 15 കഴിയുമ്പോൾ നമ്മൾ പിന്നെ സ്വാഭാവികമായും നമ്മൾ പഴയ വഴിയിലേക്ക് നമ്മൾ മടങ്ങുന്നതിന്റെ തെളിവാണ്. ഈ രാത്രി അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. ഈ രാത്രി അതിനൊരു പര്യവസാനം നമ്മൾ കണ്ടെത്തണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ അപകടത്തിൽ മരണപ്പെട്ടവരെല്ലാം മരണപ്പെട്ടത് സുബഹിക്ക് പോണ വഴിയാ, സുബഹിക്ക് പള്ളിയിൽ പോണ വഴിയാ. ഹമാസിന്റെ നേതാവെന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായ അശ്ശൈഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വീര ജേതാവായ പോരാളി മരണപ്പെട്ടത് എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴാ മരിച്ചത്? കാലില്ല, 2 കാലുമില്ല, കാഴ്ച ശക്തിയില്ല. വീൽചെയറിൽ, വീട്ടിൽ നിന്ന് ആ വീൽചെയറിൽ ഉരുണ്ടുരുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന് ഖുർആനോദി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് അമേരിക്കന്റെ മിസൈല് വന്ന് ആ അശ്ശൈഖ് അഹമ്മദ് യാസീന്റെ തലയിൽ പതിച്ച് പൊട്ടിത്തെറിച്ചു പോയതെങ്കിൽ ആലോചിക്കണം. ഇതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. ചെറുപ്പക്കാരെ വിളിച്ച് സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി അടിയും വാങ്ങിച്ചു കൊടുത്ത് മൊബൈലിൽ വിളിച്ച് ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ ഡോർ തുറന്ന് കാർ കയറി രക്ഷപ്പെടുന്ന നേതാവല്ല. ആലോചിക്കണം. കാൽ ഇസ്ലാമിന് വേണ്ടി കൊടുത്തു, ശരീരത്തിന്റെ ഓരോ ചിന്തയും കൊടുത്തു. എന്നിട്ട് രാത്രി ഈ സമുദായത്തിന് വേണ്ടി പള്ളി വന്ന് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴാണ് അത് സംഭവിച്ചതെങ്കിൽ അവർക്ക് ആ പള്ളിയുമായിട്ടുള്ള ബന്ധം നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റസൂൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ആദ്യം അള്ളാഹിന്റെ ഹബീബ് കിടക്കുന്നത് എവിടെയാ? പള്ളിക്കകത്താണ്. ഇവിടെ ഒരുപാട് ദൂരസ്ഥലത്തുള്ളവരുണ്ട്. പെരുന്നാളിന് നിങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോ ആദ്യം നിങ്ങൾ കയറേണ്ടത് നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തില്ല അല്ല, എഴുതിയിട്ടിരിക്കണം മനസ്സിൽ. ഈ രാത്രിയിൽ ഈ സാധുവാന സഹോദരൻ പറഞ്ഞത് മനസ്സിന്റെ അകത്ത് അരക്കിട്ടുറപ്പിക്കണം. ഞാൻ എന്റെ നാട്ടിൽ പോയിട്ട് വന്നാൽ, കായൽ പട്ടണത്ത് പോയിട്ട് വന്നാൽ, മദ്രാസിൽ പോയിട്ട് വന്നാൽ, തമിഴ്നാട്ടിൽ പോയിട്ട് വന്നാൽ, ഗുജറാത്തിൽ പോയിട്ട് വന്നാൽ, പോയിട്ട് തിരിച്ചു വന്നാൽ ആദ്യം ഞാൻ വരുന്നത് എന്റെ ടെക്സ്റ്റൈൽസിലേക്കല്ല, എന്റെ ജ്വല്ലറിയിലേക്കല്ല, എന്റെ ലോഡ്ജിലേക്കല്ല, എന്റെ സ്ഥാപനത്തിലേക്കല്ല, എന്റെ പള്ളിയിലേക്കാണ്. അത് അട്ടക്കുളങ്ങരയായാലും മണക്കാടായാലും തമ്പാനൂരായാലും പാളയമായാലും പള്ളി തന്നെയാണ്. ആ പള്ളിക്കകത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചോനെ എന്റെ ബിസിനസിന്റെ സ്ഥലമാണിത്, അല്ലാഹുവേ എന്നെ നീ വളർത്തിയ സ്ഥലമാണിത്. എന്നോടൊരു സഹോദരൻ ആ സഹോദരൻ വന്ന് പറയാ, ഉസ്താദേ ഞാൻ ആദ്യം ചെയ്ത ജോലി എന്താന്ന് ഉസ്താദിനറിയോ? എന്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട കുടുംബമാണ്.
എന്റെ കുടുംബം ഒരുപാട് പട്ടിണി കിടന്ന് ജീവിച്ച കുടുംബമാണ്. ആദ്യം ഞാൻ ചെയ്ത ജോലി പള്ളിയിലെ ഉസ്താദിന് ചോറെടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് മാസം 5 രൂപ ശമ്പളം. മാസം 5 രൂപ ശമ്പളത്തിന് പള്ളിയിലെ ഉസ്താദിന് ചോറെടുത്തുകൊണ്ട് കൊടുത്തു തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ അൽഹംദുലില്ലാഹ് എന്റെ കുടുംബത്തിനൊക്കെ ചെറിയ ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടിയെങ്കിലും ഞാനിന്ന് ശാല മാർക്കറ്റിൽ നല്ലതുപോലെ ഒരു മലക്കറി ബിസിനസ്, പച്ചക്കറി ബിസിനസ് നടത്തുന്ന ഒരു സഹോദരനാണ്. അതിന്റെ ഐശ്വര്യത്തിന് ഉസ്താദ് ദുആ ചെയ്യണം. ഒരുപാട് ബറക്കത്ത് അല്ലാഹു എനിക്ക് തന്നു, അത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ വന്ന വഴി, എത്ര പണമുണ്ടായാലും വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. അതിനുവേണ്ടി നന്ദി ചെയ്യേണ്ടത് ആ നാട്ടിലുള്ള പള്ളിക്കകത്ത് വന്നിട്ട് ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഞാൻ കസേര വേണമെന്ന് പറഞ്ഞപ്പോ, ഇവിടെ അച്ചടക്കമുണ്ടാവണമെന്ന് പറഞ്ഞപ്പോ സന്തോഷമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വളരെ നിർവൃതി അടയുകയാണ് ഞാൻ ആ വിഷയത്തിൽ. ഒരു ബഹളവുമില്ലാതെ ഓരോരുത്തരും കൊച്ചുകുട്ടിയെ പോലെ, പലിശക്കാരനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും കൊച്ചുകുട്ടിയെ പോലെ ഒരു ബഹളമില്ലാതെ വരും, കഞ്ഞിയെടുക്കും, കുടിക്കും, കരഞ്ഞു ദുആ ചെയ്യും, ഇറങ്ങിപ്പോകും. അള്ളാഹു അങ്ങനെ അച്ചടക്കത്തോടുകൂടി ഈ പള്ളിയെ മാനിച്ചവരെ അള്ളാഹു മാനിക്കുമാറാകട്ടെ. 27-ാം രാവ് ചില പള്ളികൾ നമ്മൾ ചെല്ലണം. ഇപ്പോഴും ചോറ് കൊടുത്ത് തീർന്നിട്ടുണ്ടാവില്ല പല പള്ളി. അടിയും ബഹളവും ലഹളയും ഉന്തും തള്ളുമായി അങ്ങനെ നടക്കാണ് പല സ്ഥലങ്ങളിലും. നമ്മുടെ പള്ളികൾ അങ്ങനെയാവരുത്. നമ്മുടെ പള്ളികൾ നമ്മൾ അങ്ങനെയാവരുത്. ഭക്ഷണം വേണം, അതിന് സമയമുണ്ടാവണം, അതിന് അച്ചടക്കമുണ്ടാവണം, അതിന് നിയന്ത്രണം ഉണ്ടാവണം. വാരി വലിച്ച് പള്ളികളെ സജീവമാക്കുന്നതിന് പകരം പള്ളകളെ സജീവമാക്കുന്ന രാത്രിയായി 27-ാം രാവ് പോലെയുള്ള സുന്ദര രാത്രികൾ മാറാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പള്ളിയുമായൊരു ബന്ധം നിനക്കെപ്പോഴും നല്ലതാണ്. പള്ളിയുമായൊരു ബന്ധം, അതിലൊന്നു കേറാൻ ഭാഗ്യം അവനും വന്നേ. ആദ്യത്തെ ദിവസം ഞാൻ തടവ ഉസ്താദിന്റെ ബൈത്ത് പാടിയിട്ട് പറഞ്ഞതാണ്, ഇന്നലെ വരെ പള്ളിയുടെ മുമ്പിലൂടെ പോയപ്പോ ഒന്ന് കയറി നോക്കാ സമയം കിട്ടാത്തവന് അവസാനമരാവൻ മരിച്ചുപോയപ്പോ അവന്റെ മയ്യത്ത് കൊണ്ടുവരികയാ. അതിലൊന്നു കേറാൻ ഭാഗ്യം അവനും വന്നേ. ആദ്യമാരാ പള്ളിക്കകത്ത് കേറാനുള്ള ഒരു ഭാഗ്യം അവന് കിട്ടിയത്. മരിക്കുമ്പോഴാണെങ്കിൽ എത്രയോ ഭാഗ്യം കെട്ടവരാണ് നീ. എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ പള്ളി എന്നുള്ള ഒരു ബന്ധം നിന്റെ മനസ്സിന്റെ അകത്തുണ്ടായിരിക്കണം. ചെറുപ്പക്കാര് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്റെ പള്ളി ആ പള്ളിയല്ല. ചില ചെറുപ്പക്കാര് പറയും എന്റെ പള്ളി ആ ഡയലോഗല്ല. ഇത് എന്റെ പള്ളി എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്ന പള്ളി. എന്റെ പള്ളി എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്ന പള്ളി. മുഅല്ലഖും ബിൽ മസാജിദ്. മുഅല്ലഖ് ഗർഭാശയത്തിൽ കിടക്കുന്ന മാംസകഷണത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേര് അലഖ് എന്നാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ മുഅല്ലഖ് അത്രത്തോളം ബന്ധമാണ്. ആ മുഅല്ലഖ് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയുടെ ചിന്ത, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയുടെ ചിന്ത. പള്ളിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു പടച്ചോനെ, വാതിലടച്ചോന്നറിയാൻ വയ്യ റഹ്മാനെ. അതുപോലെ പള്ളിയിൽ എന്തായി എന്നറിയാൻ വയ്യ. ആ ഒരു ടെൻഷൻ നമ്മൾ ആരുടെയെങ്കിലും മനസ്സിനകത്ത് വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ആ 3ാമത്തെ വിഭാഗത്തിൽ ഒരാളാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരാളാവാൻ അള്ളാഹു ഭാഗ്യം കിട്ടുമാറാകട്ടെ. അതുപോലെ പള്ളിയും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്ന വിഷയം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സഹോദരങ്ങൾ, വള്ളക്കടവ്, പരുത്തിക്കുഴി എന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാം, നമ്മുടെ എല്ലാം പള്ളികൾ, ഏത് മഹല്ലിനാണോ നമ്മൾ വന്നത്, ഏത് പള്ളിയിലാണോ നമ്മൾ വന്നത്, നമ്മുടെ പള്ളിയെ സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് തീരെഴുതി കൊടുത്തതല്ല ശുദ്ധി. നമുക്ക് കഴിവുണ്ടാവണം. നമ്മൾ ബാത്റൂമിൽ കയറിയപ്പോൾ കുറച്ച് വൃത്തിയുടെ അവിടെ കിടക്കണം, നമ്മൾ തന്നെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു ശുദ്ധിയാക്കി. നമ്മൾ എത്ര പണക്കാരാവട്ടെ, പള്ളിയാണ്. അപ്പൊ നമ്മളൊന്ന് ശുദ്ധിയാക്കി. അതുപോലെ പള്ളിക്കകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള വസ്തു കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെടുത്ത് മാറ്റി അവിടെ ഒന്ന് ശുദ്ധിയാക്കി. അതൊരു വലിയ ഈമാനുള്ളവരുടെ അടയാളമാണ്. അള്ളാഹു തരുമാറാകട്ടെ. 4ാമത്തെ വിഭാഗം ചുരുക്കി പറയാൻ വിശദീകരിക്കാൻ നേരമില്ല. 4ാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ചാരത്തൊരുമിച്ച് കൂടുന്ന 4ാമത്തെ വിഭാഗം റജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ بحال افتراق منه ما وبصالي. അള്ളാഹുവിന് വേണ്ടി കൂട്ടുകാരാണ് കൂട്ടുകാർ, അള്ളാഹ്ക്ക് വേണ്ടി കമ്പനിയായവർ, അള്ളാഹുവിന് വേണ്ടി സുഹൃത്തുക്കളായവർ. എഴുത്തുകാർ പോവാൻ എന്നെ കൂടെ വിളിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ വന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് സുഹൃത്തുക്കളായി. അള്ളാഹുവിന് വേണ്ടിയാണായത്. പണം കണ്ടിട്ടാവരുത്, പവർ കണ്ടിട്ടാവരുത്. അള്ളാഹുവിന് വേണ്ടിയാവണം, അള്ളാഹുവിന് വേണ്ടിയാവണം. ആ അള്ളാഹുവിനോടുള്ള ആ സാമീപ്യം. എനിക്ക്
സത്യം പറഞ്ഞാൽ ഈ മഹലിലുള്ള സമ്പന്നരെ ഒന്നും മുസാഫത്ത് ചെയ്യാൻ വരെ പേടിയാണ്. കാരണം എന്താണെന്നറിയോ? മനുഷ്യ മനസ്സാണ് നമ്മുടെ. എന്റെ മനസ്സ് മലക്കുകളുടെ മനസ്സല്ല. ഞാനും നിങ്ങളും ഒക്കെ ഒരേപോലെയാണ്. ആരെങ്കിലും ചിലപ്പോൾ 5000 രൂപ കൊണ്ട് തന്ന ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, യവൻ കൊള്ളാം, അട്ടക്കുളങ്ങനെ യവൻ വലിയ തിരക്കിടില്ല, യവനെ ഒന്ന് കമ്പനി അടിച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഒരു 10 ഏക്കർ വസ്തു വാങ്ങാൻ പറ്റുമെന്ന്. അതോടെ ആ ഒരു ചിന്ത മനുഷ്യനാണ് വരും. അള്ളാഹു ആ ഒരു ചിന്ത നമുക്ക് മരിക്കുന്നത് വരെ അള്ളാഹു നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, അൽഹാഖുമുത് തകാസുറു, മനുഷ്യൻ ഇങ്ങനെ പണം കണ്ടെടുത്തെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഹത്താ സുറുത്തുമുൽ മഖാബിർ, എവിടം വരെ എന്നറിയോ അവൻ ഓടുക? ഹത്താ സുറുത്തുമുൽ മഖാബിർ, ഖബർ കാണുന്നത് വരെ. അത് കണ്ടാ പിന്നെ ഓടാൻ പറ്റൂല. ഖബർ കാണുന്നത് വരെ ഓടും. അതുകൊണ്ട് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നവരോട്, ഞാനുമായി സ്നേഹബന്ധം പുലർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എന്നെ സ്നേഹിക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, പടച്ചോന് വേണ്ടി മാത്രമാണ്, സൃഷ്ടാവിന് വേണ്ടി മാത്രമാണ്. വറജുലാനി ഫില്ലാഹി കരീമി തഹാബബാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അത് നമ്മൾ തമ്മിൽ അങ്ങനെയായിരിക്കണം. ഇവിടുത്തെ പരിപാലകരോട് പറയാണ്, ഷാറുബാക്കവി ഈ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, നിങ്ങൾ പിരിച്ചുവിട്ടാലും ഞാൻ പിരിഞ്ഞു പോയാലും നമ്മുടെ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഒരു ജോലിക്ക് വേണ്ടിയുള്ള ബന്ധമാകരുത്, ആ ബന്ധം ഒരു പള്ളി ജോലിക്ക് വേണ്ടിയുള്ള ബന്ധമാകരുത്, ആ ബന്ധം ഒരു 2 ദിവസത്തെ പ്രസംഗം വെക്കാനുള്ള ബന്ധമാകരുത്. ചില ചെറുപ്പക്കാരെങ്ങനെയാണ്, ഒരു ദിവസം വാല് വെച്ചിട്ട് ഉസ്താദേ എന്നും വിളിക്കും, നമ്മൾ വിളിക്കും, അങ്ങനെ കമ്പനിയാണെന്ന് പറഞ്ഞു പോയാൽ പിന്നെ വിളിക്കണമെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ 12-ന് മുമ്പ് വിളിക്കും. ഡേറ്റ് ഉണ്ടാവും ഉസ്താദേ. എന്തിനാ? ആവശ്യം വരുമ്പോ അതിനു വേണ്ടി അവർ നമ്മൾ സ്നേഹിക്കാനുള്ളത്. നമ്മുടെ സ്നേഹബന്ധം നിരന്തരം ഫോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സുഖമാണോ, എവിടെയാണ്, പള്ളി നിസ്കാരമൊക്കെ ഉണ്ടോ, കൃത്യതയുണ്ടോ, അതൊക്കെ ചോദിച്ച് ആ ബന്ധത്തിലായിരിക്കണം. അള്ളാഹിന് വേണ്ടിയായിരിക്കണം. നമ്മൾ ആരെ സ്നേഹിച്ചാലും അള്ളാഹിന് വേണ്ടി സ്നേഹിക്കണം. വാപ്പയെ സ്നേഹിച്ചാലും, ഉമ്മയെ സ്നേഹിച്ചാലും, ഭാര്യയെ സ്നേഹിച്ചാലും, മക്കളെ സ്നേഹിച്ചാലും, അള്ളാഹിന് വേണ്ടി സ്നേഹിച്ചാൽ അവർ കറച്ചിന്റെ ചാല്. അൽഹംദുലില്ലാഹ് 4ാമത് സീറ്റാണ്. അള്ളാഹു ആ സീറ്റ് നമുക്ക് തരട്ടെ. നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ, ലോകത്താരെയെങ്കിലും നമ്മൾ സ്നേഹിച്ചാൽ അത് പടച്ചോന് വേണ്ടി മാത്രമായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. നമ്മൾ അങ്ങനെ നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്തിരിക്കുന്ന വിവാഹിതരായ ഭർത്താക്കന്മാരൊന്ന് ചിന്തിക്കണം. എന്റെയും നിങ്ങളുടെയും ഭാര്യ, ഞാനും നിങ്ങളും ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ? മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണോ? മരിക്കാൻ നേരത്ത് ചില ആൾക്കാർ പറയും, മരിക്കാൻ നേരത്ത് വെള്ളം തരാൻ ആരെങ്കിലും വേണ്ട, അതിനാ ഞാൻ ഒന്നുകൂടെ കെട്ടിയെന്ന്. അങ്ങനല്ല പെണ്ണ് കെട്ടുക, അതിനു വേണ്ടിയിട്ടല്ല പെണ്ണ് കെട്ടുക. മരിക്കാൻ നേരത്ത് വെള്ളം തരാൻ പെണ്ണുമുള്ള ഉണ്ടാവുമെന്ന് ഉറപ്പാ, വെള്ളം കിണറ്റിലുണ്ടാവുമെന്ന് ഉറപ്പാ, പിന്നല്ലേ പെണ്ണുമുള്ള തരണം. അള്ളാഹു കാക്കട്ടെ. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഭാര്യയെ നമ്മൾ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാബിയുടെ വഫാത്തിന്റെ സമയത്ത് കരഞ്ഞപ്പോ ഫാത്തിമാബി ചോദിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ സ്നേഹിച്ചത് പടച്ചോന് വേണ്ടിയല്ലേ അലിയാരെ തങ്ങളെ, അള്ളാഹുവിന് വേണ്ടിയല്ലേ? അതുകൊണ്ട് അലമുറയിടണ്ട, അള്ളാഹുവിന് വേണ്ടിയല്ലേ സ്നേഹിച്ചത്? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ ആ വിയോഗത്തിൽ നിങ്ങൾ വേദനിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇതിനകത്തിരിക്കുന്ന എത്ര സഹോദരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച എന്ന് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ്. ഈ റജബിലാണ് ഉമ്മയെയും വാപ്പായെയും കാണാനുള്ളത്. പെരുന്നാളിന്റെന്ന് മാത്രമല്ല, എത്രയോ വാപ്പമാരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്റെ മോൻ വന്നില്ലല്ലോ, എന്ത് തിരക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വാപ്പയെയും ഉമ്മയെയും കണ്ടിട്ട് റമദാനിന്റെ ഈത്തപ്പഴം വാങ്ങിക്കൊടുക്കാനും ഡ്രസ് എടുത്തു കൊടുക്കാനും നമുക്ക് എന്ത് തിരക്കാനതിന് തടസ്സമായിട്ടുള്ളത് ഉണ്ടാവാൻ പാടില്ല. 27-ാം രാവ് നിങ്ങളോട് സലാം പറഞ്ഞ് പിരിഞ്ഞതാ. 27-ന്റെ പ്രഭാതമെത്തിയിരിക്കുകയാണ് നമ്മൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഒരു 2-3 ദിവസത്തിനകത്തുള്ള സമയം നമ്മുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനുള്ള ദിവസമാക്കി മാറ്റണം. നമ്മളെ വാപ്പാറ് വാരിപ്പുണരാറുള്ള ദിവസമാണ് ഈ ദിവസങ്ങൾ. അത് നിസ്സാരമുള്ള സമയമല്ല. മരിച്ചുപോയവരാണെങ്കിൽ ആ കബറിന്റെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണം, വാപ്പാ നിങ്ങൾ എന്നെ വളർത്തിയത് കൊണ്ട്, നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് റമളാനിന്റെ വേഗത്തിൽ കഥന്റെ രാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നത് വാപ്പാ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ ആ ബന്ധം പടച്ചോന് വേണ്ടിയാക്കണം.
വാപ്പാടെ സ്വത്ത് കണ്ടപ്പോ വാപ്പാടെ അടുത്ത് കമ്പനി അടിച്ച് മരിക്കണ സമയം വാപ്പ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് പോയാൽ എഴുതിയെടുക്കാമല്ലോ. അതിനുവേണ്ടി ഒരാളും വാപ്പയെ സ്നേഹിക്കരുത്. പടച്ചോൻ ആ സ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ തട്ടിക്കളിക്കുന്ന പന്ത് പോലെയാണ് ഈ ഇരിക്കുന്ന മക്കൾക്ക്. വാപ്പ ഒന്ന് മോനെ അടുത്ത് കണ്ട് സംസാരിച്ചിടത്ര നാളായി വാപ്പ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ മക്കളുടെ അവസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. വാപ്പായെ കാണൂല, വാപ്പായെ നേരെ ചെല്ലൂല, വാപ്പായെ മുസാഫത്ത് ചെയ്യൂല, വാപ്പാടെ സൗരം തിരക്കൂല, പൈസ കൊണ്ട് കൊടുക്കലല്ല. മാതാപിതാക്കൾ അടുത്തു പോയിരുന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തലയിലേക്കൊന്ന് തടവണം. ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു, നോമ്പൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മച്ചിക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യം തരും. ഇങ്ങനെ ഒരു മകൻ അടുത്തു പോയിരുന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ രഹസ്യമായ പ്രാർത്ഥനയിൽ ആദ്യം ആ ഉമ്മ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നിനക്ക് വേണ്ടിയിട്ടായിരിക്കും. ആർക്കെങ്കിലും സാധിച്ചോ? പൈസ കൊണ്ട് വെച്ചു കൊടുക്കുന്നതല്ലടാ കാര്യം. ഉമ്മയുടെ അടുത്ത് പോയിരുന്ന് തലോടണം. ഉമ്മായെ സ്നേഹിക്കണം, വാപ്പായെ അതേപോലെ സ്നേഹിക്കണം. മക്കളെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത് എങ്ങനെയാ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് മക്കളെ തലയിൽ ചുംബിക്കുമായിരുന്നു. തലയിൽ ചുംബിക്കണമെന്നാണ് മക്കളെ. വാപ്പമാര് മക്കളെ ചുംബിക്കുമ്പോ തലയിൽ ചുംബിക്കണമെന്നാണ്. കുട്ടികൾ വളർന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് ചുംബിച്ചിട്ടുണ്ട്. നമുക്കിന്ന് വളർന്ന മക്കളെ ചുംബിക്കാൻ പറ്റുമോ? തലയിൽ ചുംബിക്കാൻ പറ്റും. തലയിൽ ചുംബിക്കുമ്പോൾ സൂക്ഷിക്കണം, കമ്പി കണക്ക ഓരോന്നിന്റെ മുടിയിരിക്കണം, മരുന്നൊക്കെ തേച്ച്. മൂക്കിനകത്ത് കയറി പോയാൽ പിന്നെ കിംസി കൊണ്ടുവരാൻ രക്ഷ കിട്ടൂല. അതുകൊണ്ട് തലയെ ചുംബനം ചിലപ്പോൾ ഇപ്പൊ നടക്കൂല. പക്ഷേ തലയിലാണ് മക്കളെ ചുംബിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്ന്. തലയിൽ ചുംബിക്കാൻ. സ്നേഹമല്ലേ അല്ലാഹുവിന്റെ ഹബീബ്? സ്നേഹത്തിന്റെ പ്രപഞ്ചമല്ലേ, സ്നേഹത്തിന്റെ സാഗരമല്ലേ? ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പണത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കാൻ പാടില്ല, പ്രശസ്തിക്ക് വേണ്ടി കൊട്ടാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും. അങ്ങനെ പിന്നെ കൂട്ടുകാർ നിനക്കുണ്ടെങ്കിലോ, പണക്കാരെ മാത്രം സ്നേഹിക്കുന്ന ചില കൂട്ടുകാരുണ്ട്, പണക്കാരെ മാത്രം സ്നേഹിക്കുന്ന കൂട്ടുകാർ. നശിച്ചു പോകുന്ന കൂട്ടുകാരെ നമ്മൾ കൂട്ടുകൂട്ടരുത്. നശിക്കാത്ത കൂട്ടുകാരെ വേണം നമുക്ക്. ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ശരീരം മുഴുവനും തിരുവനന്തപുരം നമ്മുടെ ഈ വേങ്ങോട് ഭാഗത്തെ മഞ്ഞമല എന്നിവിടെ സ്ഥലത്ത് താമസിക്കുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ചുമന്ന അടയാളങ്ങൾ, ഇങ്ങനെ വട്ടത്തിന് ചുവന്ന അടയാളം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും തലയിൽ സഹിതമുണ്ട്. അള്ളാഹു കുറച്ചു കൊടുക്കുമാറാകട്ടെ. അത് വെറും ഒരു അടയാളം മാത്രമല്ല. 24 വയസ്സായ ചെറുപ്പക്കാരൻ അതൊരു വെറും അടയാളമല്ല. അത് ചൊറിച്ചിലിങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഇങ്ങനെ ചൊറിയും, കുറച്ചു കഴിഞ്ഞ് നീര് വരും. വിയർത്താൽ അവിടെ ചൊറിയുണ്ടാവും, ചൊറിഞ്ഞാൽ പിന്നെ നീര് വരും. അതാണ് അതിന്റെ അടയാളം. ബുദ്ധിമുട്ടതാണ്. ആ സഹോദരന്റെ തലയിൽ ഒരു ക്യാപ്പ് ധരിച്ചിരുന്നു, അത് ഊരിയിട്ട് ആ സഹോദരൻ തല ഇങ്ങനെ കാണിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ അതിനകത്ത് ഇങ്ങനെ ചുവന്ന റൗണ്ടായിട്ട് തല മുഴുവനും മുടി മൊത്തം അദ്ദേഹം വെട്ടിരിക്കും. ഈ ഭാഗത്ത് മാത്രം കൂട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ക്യാപ്പ് വയ്ക്കുമ്പോൾ പുറകിൽ മുടിയുണ്ട്, അപ്പൊ മൊത്തം ഉണ്ടെന്ന് കരുതാൻ വേണ്ടി അവിടെ മാത്രം വെച്ച് ബാക്കി മുഴുവനും അത് ക്ലീൻ ആയിട്ട് ഷേവ് ചെയ്ത്. കാരണം ആ സ്ഥലം മുഴുവനും എന്താണ്, പിന്നെ ചുമന്ന അടയാളമാണ്. അദ്ദേഹം പറയുന്നു, ഉസ്താദേ എന്റെ കൂട്ടുകാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ, എന്റെ ശരീരം വിയർക്കുമ്പോൾ ചൊറി വരും. ആ സമയത്ത് എനിക്ക് നീരുണ്ടാവും ശരീരത്തിൽ, അതുകൊണ്ട് വിയർക്കാതെ ഞാൻ കഴിഞ്ഞുകൂടാണ്. എന്റെ ഉമ്മയും വാപ്പയും എന്നെ ഇനി ചികിത്സിക്കാൻ പൈസയില്ല, അവരവസാനം എന്നെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞാൻ ഇന്നൊരു ചായ കുടിക്കണമെങ്കിൽ, കൂട്ടുകാരോടൊത്ത് എനിക്കിന്നൊരു നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ എന്റെ വാപ്പാരടുത്ത് നിന്ന് ഞാൻ പൈസ ചോദിക്കണം, എങ്കിലേ എനിക്ക് പറ്റൂ. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ചികിത്സ നടത്തി, ഒരുപാട് ചികിത്സ നടത്തി, ഇംഗ്ലീഷും അതുപോലെ മലയാളവും. ഇനി ചികിത്സ ഇനിയിപ്പോ ഹോമിയോ മരുന്നാണ് ഇപ്പോഴും അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുക, ഹോമിയോയുടെ ഒരു മരുന്ന്. ആ സഹോദരൻ പറയുന്നു, ഉസ്താദെ അത്രയ്ക്ക് വേദനയുണ്ട്, എനിക്ക് ഗൾഫിലേക്ക് പോകാൻ ഒരുപാട് പേര് ഓഫർ തന്നു, പക്ഷേ ഇതിന്റെ മെഡിക്കൽ പാസ്സാവണില്ല ഈ രോഗം കാരണം. അപ്പൊ അതും നടക്കണില്ല, ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തില്ലല്ലോ, മുഖത്ത് കാണാനില്ലല്ലോ? ആ സഹോദരൻ പറയാണ്, എന്റെ മുഖത്ത് 4 മണിക്കൂർ കഴിയുമ്പോൾ അത് വരും. 4 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ മുഖത്ത് അടയാളം വരും. എന്താന്ന് ചോദിച്ചപ്പോ ഓഫാക്കി, ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കണമാണ്. 4 മണിക്കൂർ കഴിയുമ്പോൾ അടയാളം വരും. എന്താന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയാണ്, ഉസ്താദേ 99 രൂപ 95 പൈസക്കൊരു മരുന്ന് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഒരു നേരം എവിടെ പുരട്ടിയാലും പിന്നെ 5 മണിക്കൂർ വരെ ഈ അടയാളം പുറത്തു വരില്ല. 99 രൂപയുടെ ഇത്രയുള്ള ഒരു ഓയിൽമെന്റ്, അത് പുരട്ടിയാൽ അത് തീരുന്നത് വരെ 5 മണിക്കൂർ വരെ പിന്നെ അത് പുറത്തു കാണില്ല, അടയാളം മറഞ്ഞിരിക്കും.
ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആ 99 രൂപയുടെ മരുന്ന് പുരട്ടുന്നത്? സ്ഥായിയായ ഒരു കുറവില്ലല്ലോ. ആ സഹോദരൻ പറയുന്നു, ഞാൻ വായനശാലയിൽ പോയിരുന്നാൽ, ഞാൻ പള്ളിക്കകത്ത് പോയിരുന്നാൽ, ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂടെ കല്യാണത്തിന് പോയിരുന്നാൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എനിക്ക് ഈ രോഗമുണ്ടെന്നറിയുന്നതിന് മുമ്പ് എന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചവര്, ഫുട്ബോൾ കണ്ടവര്, സിനിമയ്ക്ക് വന്നവര്, എന്റെ കൂടെ എഴുത്തുകാവിന് വന്നവര്, പ്രസംഗത്തിന് വന്നവര്, പള്ളിയിൽ വന്നവര്, നല്ലതിനും ചീത്തയ്ക്കുമൊക്കെ എന്റെ കൂടെ നിന്നവര് എനിക്ക് ഈ രോഗമുണ്ടെന്നറിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പോലും വന്നിരിക്കൂല ഉസ്താദ്. ഞാൻ ജീവിച്ചത് എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാ. കുറെ നാള് എനിക്ക് എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും വലുതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വായനശാലയിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്നവർ എഴുന്നേറ്റ് പോവുകയാണ്. ഞാൻ കല്യാണത്തിന് പോയാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെടുത്ത് പോയിരുന്നാൽ അവരും എഴുന്നേറ്റ് പോവുകയാണ്. കാരണം എന്റെ കയ്യിലും കാലിലുമുള്ള ഈ ചുവന്ന അടയാളം അവർക്ക് പകരുമോ എന്ന പേടിയാണ് സാറേ. അതുകൊണ്ട് അവരുടെ മുന്നിൽ പോകുമ്പോ 99 രൂപയ്ക്ക് വേണ്ടി, എന്റെ സുഹൃത്തിന്റെ സ്നേഹത്തിന് വേണ്ടി, എന്റെ സുഹൃത്തിനോട് സംസാരിക്കാൻ വേണ്ടി 99 രൂപ ഞാൻ കളഞ്ഞിട്ടാണ് എന്റെ കൂട്ടുകാരന്റെ അടുത്ത് പോയിരിക്കുന്നതെന്ന് പറയുമ്പോ, നിന്റെ കൂടെ കബറിൽ വരാത്ത കൂട്ടുകാര്, നീ ഒന്ന് സുഖമില്ലാതെ കിടന്നു പോയാൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിനക്ക് വേണ്ടി സമയം നിലവഴിക്കാ തരാത്ത കൂട്ടുകാരന് വേണ്ടിയല്ലടാ നീ കള്ളു കുടിക്കുന്നത്, നീ സിനിമ കാണുന്നത്, നീ നിസ്കാരം ഒഴിവാക്കുന്നത്. ആ കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ. ഒരാളും നിന്റെ കൂടെ ഉണ്ടാവൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതമാണടാ വലുത്. ആ ജീവിതം പടച്ചോൻ തന്നതാണ്. ആ അല്ലാഹു തന്ന ജീവിതം തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് സാധിക്കും. യുവാക്കളെ, എത്രയോ ചെറുപ്പക്കാര് മെഡിക്കൽ കോളേജിന്റെ കപ്പളപ്പ്, RCCയുടെ കപ്പളപ്പ്, വിളറി വെളുപ്പ് കൊണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ക്യാൻസർ പിടിച്ചവര്, ട്യൂമർ പിടിച്ചവര്. അല്ലാഹു അവരെ തൊട്ടെല്ലാം നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ആ രോഗം വന്നാൽ എത്ര ദിവസം നിന്റെ കൂട്ടുകാരും നിനക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുമടാ? ഒരാളും ഉണ്ടാവില്ല. ഉണ്ടായാൽ അവരുടെ മാതാപിതാക്കളും മറ്റുള്ള കൂട്ടുകാരും അവരെ അനുവദിക്കൂല. അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കും. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഹറാമയപ്പിന്റെ കൂട്ടുകെട്ടല്ല നിനക്ക് വേണ്ടത്, മറിച്ച് സന്തോഷത്തിന്റെ കൂട്ടുകെട്ടാണ് നിനക്ക് വേണ്ടത്. സന്തോഷത്തിന്റെ കൂട്ടുകെട്ടാണ് വേണ്ടത്. അബ്ദുൽ ഗഫാർ മൗലവിയെ കാണാനായിട്ട് ഒരിക്കലും ഞാൻ വലിയ പള്ളിക്കകത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അട്ടക്കുളങ്ങരയിൽ ദുആ എല്ലാം ഉണ്ടെന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്, സന്തോഷം. അവിടെ ദുആ ചെയ്യുമ്പോൾ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അലി മൗലവി, മണ്ണടി അലി മൗലവി, എന്റെ കൂടെ എന്റെ ഉറ്റമിത്രമാണ്. വർഷങ്ങളായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇന്ന് വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടല്ലാതെ കമ്പനിയടിച്ച് സുഹൃത്തുക്കളായി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സുഹൃത്ത് രോഗബാധിതനാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഈമാനോടുകൂടി എത്രയും പെട്ടെന്ന് മരിക്കാനാണെങ്കിൽ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുമ്പോ ആ സുഹൃത്തിന് വേണ്ടി പറയാതെ കണ്ണു നിറഞ്ഞു പോരെങ്കിൽ ആ വസിയത്ത് ചെയ്തതിന്റെ പിറ്റന്ന് രാത്രിയിൽ, എന്റെ പ്രിയമുള്ളവരെ, പിറ്റന്ന് പകല് മണ്ണടി അലിമൗലവി മരണപ്പെട്ടു പോയെന്ന് എന്റെ മൊബൈലിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞെങ്കിൽ ദീനിന്റെ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് സാധിക്കണമടാ. തിയേറ്ററിന്റെ കപ്പ് കിടന്ന് മരിച്ച എന്തിന് കൊള്ളാമടാ നിന്റെ വയ്യപ്പ്? കള്ളുകുടിക്കുന്ന കൂട്ടുകാര് നിന്റെ വയ്യപ്പിന് ആമീൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വ്യഭിചരിക്കുന്ന കൂട്ടുകാര് നിന്റെ വയ്യപ്പിന് ആമീൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ കൂട്ട ഉത്സവപ്പറമ്പിൽ വന്ന കൂട്ടുകാര് നിന്റെ വയ്യപ്പിന് ആമീൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ കൂടെ ഇത്തിക്കാഫിന് വന്നവര്, നിന്റെ കൂടെ പൊട്ടിക്കരഞ്ഞവര്, നിന്റെ കൂടെ സഫുജകൾ നിസ്കരിച്ചവര്, നിന്റെ കൂടെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവര്, അവരാണ് നീ മരിക്കുമ്പോ വന്ന് ആമീൻ പറയുന്നതെങ്കിൽ അതാണടാ പടച്ചോന്റെ മുമ്പിൽ ഏറ്റവും വലിയ വിലയുള്ളത്. വറജുലാനി ഫില്ലാഹ് വറജുലാനി ഫില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ഇവിടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാം, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ സംഘടന വളർത്താൻ വേണ്ടി നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. ചില ചെറുപ്പക്കാർ വിചാരിക്കും, എന്താ ഉസ്താദ് കുഴപ്പമില്ല, നമ്മുടെ സംഘടനയ്ക്ക് ഒരു ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാം, തിരക്കേടില്ലാത്ത രീതിയിൽ സംസാരിക്കും, അതിനുവേണ്ടി നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. വിളിച്ചാൽ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ക്ലാസ്സിനൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് നിങ്ങൾ കരുതി. പറയാനുള്ളത് ഞാൻ പറയും, അത് ഏത് സംഘടന വിളിച്ചാലും പറയും. അവിടെ കിടന്ന് ചിലപ്പോൾ നിങ്ങളുടെ വിട്ടുകൊണ്ട് മരിക്കാനാണ് ഭാഗ്യമെങ്കിൽ അത് തന്നെ ഹൈറ്. പക്ഷേ അതിന് നിങ്ങൾ പറയുന്ന കാര്യം കൂടി എനിക്ക് ഇൻഷാ അല്ലാഹ് തരും. പക്ഷേ ഞാൻ പറയാം,
അതുകൊണ്ട് അതിനുവേണ്ടി അവർ നമ്മൾ സ്നേഹിക്കേണ്ടത്. നമുക്ക് ഉസ്താദിനെ ഒന്ന് ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്താം. ഉസ്താദിനെ കമ്പനി അടിച്ച ആ കാര്യം നടക്കും, ഉസ്താദിനെ കമ്പനി അടിച്ച ഈ കാര്യം നടക്കും, ഉസ്താദിനെ സോപ്പിട്ട ആ കാര്യം നടക്കും. അങ്ങനെ ഒരു ചിന്ത ഒരാളുടെയും മനസ്സ്. ഞാൻ പറയാണ്, നിങ്ങൾ എന്നെ പ്രസംഗത്തിന് ഒരുപാട് പേര് പ്രസംഗമൊക്കെ റബീഉൽ അവ്വലിന് വേണ്ടി ഈത്തിക്കാവിന്റെ 10 ദിവസം കൊണ്ട് റബീഉൽ അവ്വൽ ഫുള്ളായി പ്രസംഗം. വള്ളക്കടവും അവിടെ ഇവിടെയും പൂന്തോറയും മറ്റെല്ലാ സ്ഥലത്തും അമ്പലത്തറയും അവിടെയൊക്കെ പ്രസംഗം വെക്കി. പക്ഷെ ഞാൻ പറയാണ്, പ്രസംഗം വെച്ച് നിങ്ങളുടെ സംഘടന വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് ഈമാൻ ഒരു അല്പമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ഈ രാത്രി കൊണ്ട് പടച്ചോന് വേണ്ടി സ്നേഹിക്കുന്നവരാണ്. എന്തായിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾ എന്റെ സുഹൃത്തുക്കൾ, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഈ രാത്രി നമ്മൾ അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ട് പടച്ചോന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അതൊരു വല്ലാത്ത ബന്ധമാണ്. ആ ബന്ധം അള്ളാഹു സ്വീകരിക്കും. ആ ബന്ധം അള്ളാഹു സ്വീകരിക്കട്ടെ. ഉപ്പമാരും പ്രായം ചെന്നവരും കൊച്ചുകുട്ടികളും എല്ലാവരും അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നവരാണ്, പടച്ചോന് വേണ്ടി. ഞാൻ സ്വർഗത്തിൽ പോയാൽ നിങ്ങളെ കൂടി വേണമെന്ന് പറയുന്നതാണ് ആ സ്നേഹം. നിങ്ങൾ പോയാൽ എന്നെ കൂടി വേണമെന്ന് പറയുന്ന ആ സ്നേഹം. ആ സ്നേഹം നിലനിർത്തി തരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ സ്നേഹം നിലനിർത്തുന്നതിന് ഒന്നാമത്തെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം അഫ്ശുസ്സലാമ ബൈനക്കും. കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാതെ അവൻ ഇങ്ങോട്ട് പറയട്ടെ, ഞാനല്ലേ 2 ഹജ്ജ് ചെയ്തത്, അവൻ ഇന്നാളെ പോകാൻ വേണ്ടി അപേക്ഷ കൊടുക്കല്ലേ ഉള്ളൂ, അവൻ പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കരുത്. അതുപോലെ തന്നെ പെട്ടെന്ന് പോയിട്ട് ടേപ്പ് എടുത്തോണ്ട് വന്ന് നിക്കി ഉസ്താദെ ജുബ്ബ ഒന്ന് അളന്ന് നോക്കട്ടെ, കുഴപ്പമില്ല, അസ്സലാമു അലൈക്കും. അളന്ന് നോക്കി എത്ര മീറ്റർ ഉണ്ട് നോക്കിയിട്ടല്ല സലാം പറയാനുള്ളത്. തൊപ്പി നോക്കട്ടെ, മുടി നോക്കട്ടെ, നിസ്കാരത്തഴമ്പ് നോക്കട്ടെ. അങ്ങനെ ആവരുത് നമ്മൾ സലാം പറയണം. അലാമ നറഫ്താവമല്ലം. അറിയാവുന്നവരോടും അറിയാത്തവരോടും നമ്മൾ സലാം പറയണം. അല്ലാഹു റസൂൽ പറഞ്ഞത് ആ സലാം പറഞ്ഞ അൽഹംദുലില്ലാഹ് നമ്മുടെ ആ ഇസ്ലാമിന്റെ ആ മധുരമുള്ള മന്ത്രത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഭാര്യയോട് സലാം പറയണം. നമ്മളത് പറയില്ല. കാരണം എന്താ? ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുത്ത ഞാൻ അവളോട് എങ്ങനെ സലാം പറയും? സലാം പറയണം. ഈത്തിക്കാഫിന് വേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും, ഞാൻ പള്ളിയിൽ പോവാൻ ദുആ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വരാം. മക്കളോട് സലാം പറയാൻ, പരസ്പരം ആ സലാമിനെ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ സ്നേഹം അൽഹംദുലില്ലാഹ് നിലനിൽക്കും. നമ്മുടെ സ്നേഹം നിലനിൽക്കും. അതുകൊണ്ട് പറയാ, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലാതെ, സംഘടനയ്ക്ക് വേണ്ടിയല്ലാതെ, കുടുംബത്തിന് വേണ്ടിയല്ലാതെ, കച്ചവടത്തിന് വേണ്ടിയല്ലാതെ പരസ്പരം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ ഇടയിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എത്ര വിഭാഗമായി? 4 വിഭാഗമായി. 5ാമത്തെ വിഭാഗം അഞ്ചാമത്തെ വിഭാഗം സ്വതക്ക ചെയ്യുന്നവരാണ്. സ്വതക്ക ചെയ്യുന്നവരാരെന്നറിയുമോ? അവർ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. ദാറുൽ ഉലൂം അറബി കോളേജിന് വേണ്ടി, ദുയൂവന്തിലെ ദാറുൽ ഉലൂമിന് വേണ്ടി 35,000 രൂപ ഹാഫിദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ദാറുൽ ഉലൂമിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ പേരില്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. നമ്മൾ ആരെങ്കിലും അറിഞ്ഞു അത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞോ? ദാസോടുകൂടി ആ ചെയ്ത സ്വതക്ക അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അങ്ങനെ ഞാനും നിങ്ങളും ചെയ്യുന്ന രഹസ്യമായ സ്വതക്കകൾ ഒരുപാട് വലിയ നേട്ടം അതുകൊണ്ടുണ്ടാവും. എന്റെ നാട്ടിലൊരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ ആ സഹോദരന്റെ മയ്യത്തിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കാല് വയ്യാത്തവര്, കൈവയ്യാത്തവര് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ആരും അറിയാതെ മരുന്ന് വാങ്ങാ പൈസ തന്ന ആളായി കിടക്കുന്നേ, ആരും അറിയാതെ മാസാമാസം എന്നെ സഹായിച്ച ആളായി കിടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്തിന്റെ മുമ്പിൽ വന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവര് ഞാൻ മരിച്ചെന്നറിഞ്ഞോ, അല്ലാഹുവേ പടച്ചവരെ എന്നെ സഹായിച്ച ആളാണല്ലോ, ഒരു പേരിന് വേണ്ടിയല്ലാതെ ആരും അറിയണ്ടെന്ന് പറഞ്ഞ് സഹായിച്ച വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു വിഭാഗത്തെ പാവപ്പെട്ടവരെ വാർത്തെടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. രഹസ്യമായ ദാനധർമ്മങ്ങൾ നമുക്കുണ്ടാവണം. വലത്തേ കൈ കൊടുക്കുന്നത് ഇടത്തേ കൈ അറിയാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് വലത്തേ കൈ കൊടുക്കുന്നത് ഇടത്തേ കൈ അറിയാതിരിക്കണമെങ്കിൽ ഇടത്തേ കൈയിൽ പ്ലാസ്റ്റർ ഇട്ടാൽ മതി. ഇത് പറഞ്ഞത് കൈ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് പരസ്യ പ്രഖ്യാപനം. പരസ്യമായി അള്ളാഹു റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ഇതാ ദീനിന് വേണ്ടി ഒരു കിണർ സുതക്ക ചെയ്തു. അള്ളാഹു റസൂൽ എന്തിനാ അത് പരസ്യപ്പെടുത്തിയിരുന്നറിയോ? ബാക്കിയുള്ള സമ്പന്നര് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവനത് ചെയ്തെങ്കിൽ ഞാൻ എത്ര ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ്.
അല്ലാതെ പെരുമയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഒരാളും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സ്വതക്ക എടുത്തു പറയാൻ പാടില്ല. മറിച്ച് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ട് ഇത്ര സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഉസ്താദ് പേരൊന്നും പറയണ്ട, ദുആ ചെയ്താൽ മതി, ആ പള്ളിക്കും കൊടുത്തിട്ടുണ്ട്, മറ്റേ പള്ളിക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഉസ്താദിന്റെ മനസ്സിലെന്താ, അള്ളാഹു ഇത്രയും ചെയ്ത ആളാ, അതുകൊണ്ട് ആ ഒരു ഭവ്യത ദുആയിൽ വരും. പേര് പറയുമ്പോൾ ആ ഒരു ചിന്ത മനസ്സിലുണ്ട്, അതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഞാൻ മറ്റേ വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ആരോടും പറയാൻ പാടില്ല. അത് സ്വതക്കയുടെ പ്രതിഫലം തന്നെ നഷ്ടപ്പെടുത്തി പോകും. വിശദീകരിക്കാൻ നേരമില്ല. ആറാമത്തെ അള്ളാഹുവിന്റെ അടുത്ത് ആറാമത്തെ ചെന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആർക്കാന്നറിയോ? അതും യുവത്വത്തിൽ സംഭവിക്കുന്ന ഒരു രംഗം. അള്ളാന്റെ അടുത്തിരിക്കുന്നതൊക്കെ ചെറുപ്പക്കാരാണ്. നമ്മൾ ഇന്ന് പള്ളി ജോലി ചെയ്യാൻ പറയുന്ന ഉസ്താദിനോട് ആദ്യം പറയണത്, ഉസ്താദെ അള്ളാണ് അവിടുത്തെ ചെറുപ്പക്കാരോട് നിങ്ങൾ കമ്പനി അടിക്കരുത്. കാരണം എന്തുകൊണ്ടെന്നറിയോ? ചെറുപ്പക്കാരിൽ കുഴപ്പക്കാരുള്ളത് കൊണ്ട്. ഒരു കണക്കിന് അത് നല്ലതാണെന്നാണ് ഞാൻ പറയണേ. മറ്റേത് ഉസ്താദിന് ചോറ് കൊണ്ടുവന്നാൽ ഒരുത്തന്റെ കയ്യിൽ ചൂര, ഒരുത്തന്റെ കയ്യിൽ അയല, ഒരുത്തന്റെ കയ്യിൽ മീന്റെ തല, ഒരുത്തന്റെ കയ്യിൽ പാത്രത്തിന്റെ അടുക്ക് അടിയിലെ ഭാഗം, ഒരുത്തന്റെ കയ്യിൽ ഉസ്താദ് എടുക്കണ തലങ്ങനി, ഒരുത്തന്റെ കയ്യിൽ ഉസ്താദിന്റെ വിരിപ്പ്, ഒരുത്തന്റെ കയ്യിൽ ഉസ്താദിന്റെ തൊപ്പി. അത് പാടില്ല. നമ്മൾ ഉസ്താദിന്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്, സംസാരിക്കുകയാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വെറുപ്പുണ്ടായാലും എന്റെ റൂമിനകത്ത് ഞാൻ ഒരു പരിഗണനയുണ്ട്. ആ പരിഗണനയ്ക്ക് അപ്പുറം ഉസ്താദെ നമ്മളെ പഴയ ഒരു രക്ഷയില്ല. കമ്പനിയും കിമ്പനിയും അവിടെ ഇല്ല. നിർത്തേണ്ട സ്ഥലത്തെ നിർത്തൂ. അത് ആരെയാണെങ്കിലും അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേദന ഉണ്ടായിപ്പോയാൽ ചിലപ്പോൾ സുഹൃത്തുക്കൾ പറയും, ഉസ്താദ് നമ്മളോട്ടൊന്നും അടുക്കണില്ല. അടുക്കേണ്ട തരത്തിൽ അടുക്കും. അത് നിങ്ങൾ അകന്നാലും അടുക്കും. നിങ്ങൾ എന്റെ അടുത്തുനിന്ന് ഓടിപ്പോയാലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. പക്ഷേ ഒരു പരിധിയുണ്ട്. ഒരു ഇമാമിന് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ഒരു സ്നേഹത്തിനും ഒരു കൂട്ടുകൂടലിനും ഒരു തോളത്ത് കൈയിട്ട് റോഡിൽ നിന്ന് വട തിന്നാനൊന്നും എനിക്ക് കിട്ടൂല. റോഡെ ഉസ്താദ് ഒരു വട കൊണ്ട് പോവാ, ഞാൻ വരൂല. വേദന ഒന്നും വിചാരിക്കണ്ട. വേദന അത്രയ്ക്ക് എനിക്ക് വട നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നേ പറ്റുള്ളെങ്കിൽ റൂമിൽ വന്നാൽ പൈസ ഞാൻ വീട്ടിൽ പോയി ഞാൻ പെണ്ണുപിള്ളേക്കൂടെ വാങ്ങിച്ചു കൊടുത്ത് ഒരുമിച്ചിട്ട് നിന്നോളാം. നിങ്ങളുടെ കൂടെ കടയിലിരുന്നുള്ള ഈ കൂട്ടുകാരുമായിട്ടുള്ള അങ്ങനെയുള്ള കറക്കത്തിലൊന്നും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കേണ്ട. ചില ആൾക്കാർ ഉസ്താദിനെ വെളിയിലോട്ടൊന്നും കാണുന്നില്ല. വലിയ തങ്ങളാണ് ആയിക്കോ, അങ്ങനെ കരുതിക്കോ. പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമമില്ല. നിങ്ങൾ എന്ത് കരുതിയാലും അതിലല്ല എനിക്ക് പ്രയാസം. ഞാൻ ചിന്തിക്കുന്നത് ഒരു ഇമാമിന് ചെയ്യാനുള്ളത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാവൂ എന്നാണ് എന്റെ ദുആ. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ റൂഹുള്ളിടത്തോളം കാലം ഞാൻ ജോലി ചെയ്ത ആകെ 2 പള്ളിയിൽ ജോലി ചെയ്തിട്ടുള്ളൂ. പാലോട് മുസ്ലിം ജമാഅത്ത്, തട്ടത്തുവല മുസ്ലിം ജമാഅത്ത്. മരിക്കുന്നത് വരെ ആ മഹലിന് നല്ലത് ചിന്തിക്കുന്നവർക്ക് ഞാൻ ദുആ ചെയ്യും. എവിടെ പോയാലും എന്റെ റൂഹുള്ളിടത്തോളം കാലം അത് എന്റെ ഒരു ബാധ്യതയാണ്. അതിപ്പോ ഇവിടെ നിന്ന് മാറിയാലും ഇൻഷാ അല്ലാഹ് ഈ മഹലിൽ നല്ലത് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടാനും വേണ്ടി ദുആ ചെയ്യും. പിന്നെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ കൂട്ടുകാരായ സ്ഥിതിക്ക് ഇനിയുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആയിരക്കണക്കാറ് ജനങ്ങളെ ആ സുഹൃത്തുക്കളുടെ പട്ടികയിൽ ഇന്ന് ഞാനും നിങ്ങളും പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവും. അള്ളാഹു ആ ബന്ധം മരിക്കുന്നത് വരെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. മരണം കഴിഞ്ഞു പരലോകത്തും സ്ഥായിയായ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോ അടുത്ത വിഭാഗം അള്ളാഹുവിന്റെ ചാരത്തിരിക്കുന്ന യുവാക്കളിൽ 6ാമത്തെ വിഭാഗം ആരെന്നറിയോ? കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി നിന്നെ വ്യഭിചാരത്തിലേക്ക് വിളിച്ചാൽ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുക. ഇതിനകത്ത് വ്യഭിചാരിയായിട്ട് അല്ലാഹു രേഖപ്പെടുത്താത്തത് ആരെയും അറിയോ? നിങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങളുടെ പേര് വ്യഭിചരിച്ചതായി എഴുതിയിരിക്കുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചോദിക്കും, പടച്ചവനെ ഞാൻ വ്യഭിചരിച്ചില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, എടാ അവസരം കിട്ടുമെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ നീ. അവസരം കിട്ടാത്തത് കൊണ്ടല്ലേ ചെയ്യാത്തത്. കണ്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ആരും അറിയൂല, ഒരാളും അറിയൂല. 40-50 ദിവസം കഴിഞ്ഞേ നീ വീട്ടിലേക്ക് പോവുള്ളൂ. ഒരാളും അറിയാതെ ഒറ്റയ്ക്ക് നിനക്ക് അവിടെ ഇരുന്നു കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റി ഒരവസരം നിനക്ക് കിട്ടിയാൽ ഒന്ന് രുചിച്ചു നോക്കാൻ നിനക്ക് മനസ്സിപ്പോ തോന്നുകയാണെങ്കിൽ നീ കള്ളുകുടിയന്മാരുടെ ലിസ്റ്റിലാണ് പടച്ചവന്റെ കോടതിയിൽ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനൊന്ന് കലക്കും എന്ന് ചിന്തിച്ചവന് സിനിമാ നടന്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് കിട്ടുക. അഭിനയിക്കണ്ട, അത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ മതി. അള്ളാഹുവെ ഞാനൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ എന്നൊരു സഹോദരൻ ചിന്തിച്ചാൽ അള്ളാഹു കാക്കട്ടെ. ആ സമയം ഇസ്ലാമിന് പുറത്താണ് പിന്നെ അവന്റെ വില. അപ്പൊ ചോദിക്കും, എന്റെ തൊപ്പി നിസ്കാരത്തിലപ്പോ അതൊക്കെ പോയി. അങ്ങനെ ചിന്തിച്ച ആ സമയത്ത് ഇസ്ലാമിന് പുറത്താണ്. അപ്പൊ അതുപോലെ തന്നെ ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും അവസരം
വ്യഭിചരിക്കാനൊരവസരം ആരും അറിയാതെ ആരും കാണാതെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വ്യഭിചരിക്കാനൊരവസരം എനിക്കോ നിങ്ങൾക്കോ കിട്ടിയാൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ് പറയുന്നെങ്കിൽ ആ സാധ്യതയെ വലിച്ചൂരിയെടുത്ത് കുഴികുത്തിയിട്ട് അടക്കിയിട്ടല്ലേ ഇന്നിതിനകത്ത് പ്രാർത്ഥനയില്ല. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ചിന്തിക്കണം. ആലിമീങ്ങൾക്കും ലാലിമീങ്ങൾക്കും യുവാക്കൾക്കും വൃദ്ധർക്കും എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഒരേപോലെ വികാരം അള്ളാഹു മനുഷ്യന് കൊടുത്തിരിക്കുന്നത് എന്തിനാ? അതിനെ ആവശ്യത്തിന് വിനിയോഗിക്കാനും അനാവശ്യമായ സമയത്ത് പിടിച്ചു നിർത്താനും വല്ലാത്ത ശക്തി വേണം. അതിനെ വല്ലാത്ത ശക്തി വേണം. ഈദുൽ ഫിത്തർ ആഘോഷത്തിന് വേണ്ടി അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പെരുന്നാളിനെന്ന് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അടിപൊളി ജീൻസ് 16 വള്ളിയുള്ള ജീൻസൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ പിന്നെ കാണാൻ കിടക്കുക പൂരം. ഈ പാകം മുഴുവനും എന്റെ സഹോദരങ്ങളോട് പറയാം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കാൻ എത്രത്തോളം പറ്റോ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റോ അത്രത്തോളം നിങ്ങൾ സൂക്ഷിക്കണം. അതിന് അല്ലാഹു തൗഫീക്ക് തരുമാറാകട്ടെ. അതുകൊണ്ട് വ്യഭിചാരത്തിനൊരു അവസരം കിട്ടിയാൽ ചെയ്യൂല പടച്ചോനെ, ഞാൻ ചെയ്യൂല. അവസരം കിട്ടിയാൽ ചെയ്യൂല. കള്ളുകുടിക്കാൻ അവസരം കിട്ടിയാൽ ചെയ്യൂല. ഹറാമിയത്തിനൊരു അവസരം ആരും അറിയൂല, ലോകത്തൊരാളും അറിയില്ല, അള്ളയല്ലാതെ വേറെ ആരും അറിയില്ല. ആ ഒരവസരം വന്നാൽ ഞാൻ ചെയ്യൂല റബ്ബേ, ഒരിക്കലും ഞാൻ അതിലേക്ക് അടുത്തു പോകൂല അല്ലാ എന്ന ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ആമീൻ പറയുന്നതെങ്കിൽ ഈ രാവ് നിങ്ങൾ അല്ലാഹു 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും കേട്ടോ. റഹ്മത്തിന്റെ മാലാഖമാര് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ തലോടും കേട്ടോ, നമ്മളെ സ്വീകരിക്കും കേട്ടോ. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന 7ാമത്തെ വിഭാഗമാരാ? അള്ളാന്റെ അടുത്തിരിക്കാനുള്ള 7ാമത്തെ വിഭാഗം. ഈ 6 വിഭാഗത്തിലും പെടാൻ നിനക്ക് സാധിച്ചില്ലാരെങ്കിൽ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് 7ാമത്തെ വിഭാഗത്തിൽ വല്ലാഹി വല്ലാ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പോവുകയാണ്. ഈ 6ലും നമുക്ക് പെടാൻ പറ്റിയില്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ 7ാമതെന്ന് പറയാൻ പറ്റിയ ദൂരെ ആയിരിക്കും. 1ാമത് നീതിമാൻ, 2ാമത് അടുത്തയാൾ, 3ാമത് അടുത്തയാൾ, 7 എന്ന് പറയാൻ പറ്റിയ ദൂരെയാണ്. എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാലോ. തൊട്ടുകൊണ്ടെടുത്തിരുന്നില്ലെങ്കിലും കണ്ടോണ്ടിരിക്കാലോ, അത് മതി. ഇറവിയാണ് പോണതെങ്കിലും പുതിയാപ്പള വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അതൊരു പവർ തന്നെയാണ്. വസ്ത്രത്തിൽ ചുളുങ്ങിയാലും കുഴപ്പമില്ല, ആ വണ്ടിയുടെ ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഇറവി പോയാൽ അതിനകത്ത് കയറി പറ്റിയല്ലോ, അൽഹംദുലില്ലാ, അത് മതി. അതുപോലെ അടുത്തിരിക്കണമെന്നില്ല, കണ്ടാൽ മതി. 7ാമതാവുമ്പറ്റി ദൂരെയാണ്, എന്നാലും കുഴപ്പമില്ല. അത് ഈ രാത്രി നമ്മൾ നേടാൻ പോവാണ്. എന്താണെന്നറിയോ? വമന്ദകറ റബ്ബൽ മുഹൈമീന ഖാലിയാ വഫാലതു ബിഹി ഐനാഹു ഖൗഫ നകാലി. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അറിയാതെ കരഞ്ഞു പോയാൽ ആ കരഞ്ഞ കണ്ണുകളെ അല്ലാഹു അർശിന്റെ ഭാഗത്ത് പടച്ചോന്റെ ചാരത്ത് 7ാമത്തെ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമളാനിന്റെ 27 എന്ന പുണ്യമുള്ള രാത്രിയിൽ നമ്മൾ ഇന്ന് അല്ലാഹുവിന് വേണ്ടി കരയാൻ പോവാണ്. ഈ പള്ളിക്കകത്ത് ഇത്രയും പേരും നിറഞ്ഞു കവിഞ്ഞിരുന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ട് ആമീനെന്ന് പറയുമ്പോൾ അത് അല്ലാഹു തട്ടിക്കളഞ്ഞാൽ പിന്നെ ഏത് ദുആയാണ് പടച്ചോനെ രാത്രിയിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞത്? നമ്മൾ നോമ്പുകാരാതെ എത്രയോ പാവപ്പെട്ടവരുണ്ട്, ശരീരം സുഖമില്ലാത്തവരുണ്ട്, എത്രയോ ദൂര സ്ഥലത്ത് നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നവരുണ്ട്. ഇത്തിക്കാഫിന് വരുമോ എന്ന് ചോദിച്ചപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല ഉസ്താദേ, ഒത്തിരി ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്, പോകട്ടെ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് റൂമിൽ വന്നിട്ട് ഉസ്താദേ ഞാൻ വന്നു. ഭാഗ്യമുള്ളവനാണ് ചെറുപ്പക്കാരാ നീ, നിനക്ക് വരാൻ മനസ്സ് തോന്നിയെങ്കിൽ ഈ പള്ളിക്കകത്തേക്ക് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാനുള്ള മനസ്സ് നിനക്ക് തോന്നിപ്പോരെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെടുകയാണ്. അപ്പൊ പടച്ചോനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണ് നിനക്ക് വന്നാൽ യുളില്ലുഹുമുൽ മൗലാ ബിഗൈരി ദലാലി,
അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത പരലോകത്ത് ആ തണല് മാത്രമാണ് നിനക്കുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ച ആ തണലിന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് തരുന്ന, അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്ന രാത്രിയാണ് 27ാം രാവിന്റെ ഈ സുന്ദരമായ രാത്രി. അതിനു വേണ്ടി ഒരൽപ്പം കണ്ണൊന്ന് നനയ്ക്കാ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരൽപ്പം കരന്നുകൊണ്ട് ഒരുമിച്ച് ദുആ ചെയ്യാ. നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ, അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലണം, ഒത്തിരി ദിക്ർ ചൊല്ലണം. അതുപോലെ തന്നെ എത്ര പോലെ നസീഹത്ത്, ഇനിയിപ്പോ ദിക്ർ ഒത്തിരി ദിക്ർ ചെല്ലാനുണ്ട്, ദുആയും ചെയ്യാനുണ്ട്. അതുകൊണ്ട് പൊരുത്തപ്പെടണം. ഇൻഷാ അല്ലാഹ് നാളെ നസീഹത്ത് ഉണ്ടാവും. 27ാം രാവ് കൊണ്ടെല്ലാം നിർത്തുകയില്ല. നാളെ ദിക്ർ ചെല്ലുന്നത് പരലോകത്ത് അല്ലാഹു സ്വർഗത്തിന്റെ അടുത്തിരുത്തുന്ന ഒരു 6 സൂക്ഷിപ്പ് സ്വത്ത് കൈമുതലാക്കിയ വിഭാഗമുണ്ട്. ഇളുമനൂലി സിത്തം മിൻ അൻഫുസിക്കും അളുമനു ലക്കുമുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇളുമനൂലി സിത്തം മിൻ അൻഫുസിക്കും അളുമനു ലക്കുമുൽ ജന്ന. സ്വഹീഹായ ഹദീസാണ്. 6 കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പ് പറയാൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാരെ ഇങ്ങനെ നാളെ ഉറങ്ങാൻ സമ്മതിക്കിടുന്നതാണ്. 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ വന്നിരിക്കണേ നിങ്ങൾക്ക് മുന്നിൽ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. നമുക്കിരിക്കാൻ പറ്റണം. നാളെ മുതലുള്ള ദിവസം ഈ വന്നവരൊക്കെ നാളെ വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് നല്ല ദുആ ചെയ്ത് ഈ കാര്യം ചർച്ച ചെയ്ത് നമുക്ക് പിരിയാം. പരലോകത്ത് വിജയത്തിന്റെ വിഭാഗം മാത്രമേ ചർച്ച ചെയ്യണുള്ളൂ. പരാജയത്തിന്റെ കൂട്ടരെ നമ്മൾ പറഞ്ഞില്ല. അത് ളുഹറിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരാജയത്തിന്റെ നരകത്തിന്റെ കൂട്ടരെ. അതുകൊണ്ട് രാത്രി ഞാൻ പറഞ്ഞില്ല. പരലോകത്തെ വിജയിക്കുന്ന വിഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ 7 കൂട്ടരെ നമ്മൾ പറഞ്ഞു. ഇനി നാളെ അള്ളാഹിന്റെ അടുത്തുനിന്ന് സ്വർഗത്തിലേക്ക് വിടുമല്ലോ. 6 കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സൂക്ഷിക്കാമെന്ന് 6 കാര്യത്തിൽ ഉറപ്പ് തന്ന സ്വർഗം തരാമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അള്ളാഹുവിന്റെ റസൂല് ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാര്യം ലോകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന്റെ അനുമതിയോടുകൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഉറപ്പ് തന്ന ഉറപ്പായ 6 സൂക്ഷിപ്പ് സ്വത്ത് എന്തൊക്കെയാണെന്ന് നാളെ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ തുടങ്ങാൻ പോവാണ്. ദിക്ർ തുടങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കും ഇൻഷാ അല്ലാഹ്. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ബുഖാരിയിലും മുസ്ലിമിലും ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞാൽ ചോദിക്കരുത് എൻ്റെ അടുത്ത്. ലൈറ്റ് ഓഫ് ആക്കുന്നത് ഒരു മനസ്സിന്റെ ശാന്തതയ്ക്കും അൽഹംദുലില്ലാഹ് കുറച്ചുകൂടി ഒരു ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടി കിട്ടണം, അല്ലാതെ വേറൊന്നിനും വേണ്ടി കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ അങ്ങോട്ട് പോയാൽ പിന്നെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാകും. അത്യാവശ്യം ഉറക്കം വന്നു പോയവർ, കണ്ണൊക്കെ ഒന്ന് അടഞ്ഞുകൊണ്ടിരിക്കുന്നവർ ദിക്ർ നല്ലപോലെ ചെല്ലാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് മുഖം കഴുകിയിട്ട് ദിക്ർ ഉടനെ തുടങ്ങാണ്, സമയമില്ല. അപ്പൊ പെട്ടെന്ന് മക്കള് ചെറിയ മക്കളൊക്കെ പോയി ബഹളം വെക്കരുത്. എല്ലാവരും പള്ളിക്കകത്ത് വന്ന് ആവേശത്തോടെ ആമീൻ ആമീൻ എന്ന് പറയണം. അതുപോലെ ഫ്രണ്ടിലോട്ട് തന്നെ നീങ്ങിയിരിക്കണം. ആദ്യം ചൊല്ലുന്ന ദിക്റിനെ കുറിച്ച് പറയാൻ പോവാണ്. ഈ രാത്രി നമ്മുടെ നന്മയുടെ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ രാത്രിയായി അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ ഖബറിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ സമയമാക്കി ഈ സമയത്തെ, ഈ രാത്രിയുടെ സമയത്തെ അള്ളാഹു മാറ്റുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ദിക്ർ തുടങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാം. രണ്ടാമത്തെ ദിക്ർ തുടങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാം. അപ്പൊ അത് കൊച്ചുകുട്ടികളൊക്കെ വെളിയിൽ നിൽക്കുന്നുണ്ട്, അവർക്കെല്ലാം അകത്തേക്ക് വന്നിരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ആദ്യത്തെ ദിക്ർ നമ്മൾ എല്ലാ ദിവസവും ചെല്ലാറുള്ള ദിക്ർ തന്നെയാണ്. മരിക്കുന്ന സമയം ആ ദിക്ർ പറഞ്ഞ് മരിച്ചാൽ സ്വർഗത്തിലാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ദിക്ർ പറഞ്ഞ് മരിക്കണം എന്ന നിയ്യത്തോടു കൂടി എല്ലാവരും ഈ ദിക്ർ വളരെ സാവകാശം, ആള് കൂടുതലായതുകൊണ്ട് കിടന്ന് വിളിക്കുകയൊന്നും വേണ്ട, വളരെ സാവകാശം. വെളിയിൽ ആണുണ്ടെങ്കിൽ ഞാൻ ഓഫാക്കിയിരിക്കും. ഇനി വെളിയിൽ ആണെങ്കിൽ ഓഫാക്കാം. ദിക്റൊക്കെ നടക്കാൻ കിടക്കട്ടെ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ
മുമ്പോട്ട് നീങ്ങിയിരിക്കും. വരുന്നവര് മുമ്പോട്ട് നീങ്ങിയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ